കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദേവനാവേ നന്ദി, ദേവനാവേ മഹത്വം, ദേവനാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, നന്ദി, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, യേശുവേ സ്തുതി, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പ്രൈസ് ദി ലോർഡ്. പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കുവാനുമുള്ള അവസരം ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടിയും ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും കൃപാസനത്തിൽ എല്ലാ ദിവസവും നടത്തപ്പെടുന്നുണ്ട്. രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും നടത്തപ്പെടുന്നു. രണ്ടാം ചൊവ്വാഴ്ചകളിൽ കൃപാസനത്തിൽ തമിഴ് ഉടമ്പടി ക്ലാസ്സും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ വന്ന സഹോദരങ്ങൾക്ക് അന്ന് പ്രത്യേകമായിട്ടുള്ള പരിഗണനയോടുകൂടി സാക്ഷ്യം പറയാൻ സാധിക്കും. എല്ലാ ദിവസവും കൃപാസനത്തിൽ സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ട്. കൃപാസനത്തിൽ മരിയൻ മിഷണറിമാരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഏകസ്ഥ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. വാട്സപ്പ് നമ്പറാണ് 8281297511. ഇമെയിൽ അഡ്രസ് apparitionmissionaries@gmail.com.
കൃപാസനത്തിൻ്റെ സ്റ്റോളിൽ നിന്ന് മാത്രമാണ് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ലഭിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യാശയുടെ മഹാജൂബിലിയോടനുബന്ധിച്ച് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ ഈ പ്രത്യക്ഷീകരണ സന്നിധാനത്തെ അഭിമന്യ ആലപ്പുഴ രൂപത അധ്യക്ഷൻ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി ആലപ്പുഴ രൂപതയിലെ ഉയർത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള അനുതാപ ശുശ്രൂഷ കുമ്പസാരം നടക്കുന്നത് കൃപാസനം മിഷൻ സെൻറ്ററിലാണ്. അവിടെ രാവിലെ 10:30 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇതിനോടകം തന്നെ ഒത്തിരിയേറെ മക്കളാണ് കൃപാസനത്തിൽ നിന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരും അതുപോലെ തന്നെ മുമ്പത്തെ മരിയൻ തപസ് ധ്യാനം കൂടിപ്പോയിരുന്നവരൊക്കെ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ നടത്തി ഒക്ടോബർ മാസങ്ങളിൽ അതാത് ഭൂഖണ്ഡങ്ങളിൽ അഖണ്ഡ ജപമാല റാലികൾ വരെ നടത്തുന്നത്. നിങ്ങൾക്കും മരിയൻ ഉടമ്പടി ചൈതന്യത്തിൽ ജീവിക്കുന്ന മിനിമം 3 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആരംഭിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസിൽ നേരിട്ട് ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ 9447285400 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃപാസനം പത്രം 23 നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഭാഷകളിൽ ലഭ്യമാണ്. ഈ പത്രം നിങ്ങൾക്ക് ഇമെയിലായി സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഒപ്പം തന്നെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഫോൺ നമ്പറായ 9447285400 ബന്ധപ്പെടുക. സാക്ഷ്യം പറയാത്ത സഹോദരങ്ങൾ എത്രയും വേഗം മരിയൻ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാത്ത സഹോദരങ്ങൾ എത്രയും വേഗം അത് അൾത്താരയിൽ വന്ന് പറഞ്ഞ് ദൈവമഹത്വ രൂപാന്തരീകരണമാക്കി മാറ്റണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി പ്രാർത്ഥനാ കൗൺസിലിങ്ങിനും ഒപ്പം തന്നെ ഗുരുതരമായ അസുഖങ്ങളുള്ളവരൊക്കെ മറ്റ് പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന സഹോദരങ്ങൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, നിങ്ങൾ ആദ്യം തന്നെ മരിയൻ ഉടമ്പടിയിലാണെന്ന്, ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി കൃപാസനത്തോട് കടന്നു വന്ന സഹോദരങ്ങൾ അതിൻ്റെ കറസ്പോണ്ടിങ് രേഖ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ രോഗിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ രോഗത്തിൻ്റെ വിവരമുള്ള പേപ്പർ കയ്യിലുണ്ടാകണം. എക്സാം ആണെങ്കിൽ ഹാൾ ടിക്കറ്റ്, ജപ്തി നടപടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ്, അങ്ങനെ കറസ്പോണ്ടിങ് ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കാണാൻ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് അച്ഛൻ ആ ദിവസം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. 9447285400 എന്ന നമ്പറിലാണ് നിങ്ങൾ ഈ ആവശ്യത്തിനായി ബന്ധപ്പെടേണ്ടത്. കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത സഹോദരങ്ങൾ എല്ലാവരും തന്നെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ 11:30 മണിക്കാണ് ഉടമ്പടി ധ്യാനം. ആ ധ്യാനത്തിൽ പങ്കെടുത്ത് ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെയുള്ള അനുദിന അനുഗ്രഹ പ്രാർത്ഥന, അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും നിങ്ങൾ പങ്കെടുത്ത് അഭിഷേകം പ്രാപിക്കുവാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളെ പരിശുദ്ധ കുർബാനയിലെ ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് ഈ പ്രഭാതത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന നമ്മളെ ക്ഷണിച്ചതിന് മനസ്സുകൊണ്ട് കർത്താവിനോട് നന്ദി പറയാം. കൃപാസനം ഒരു ദൈവവിളിയാണ്. നമ്മുടെ
എല്ലാ ദിവസവും അനേകം മക്കൾ കർത്താവിൻ്റെ സ്പർശനം അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിതത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നിന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. അങ്ങനൊരു വിളി കേട്ടത് കൊണ്ടാണ് ഇത് ദൈവവിളിയാണെന്ന് പറയാൻ കാരണം. പ്രാർത്ഥിക്കാൻ. കർത്താവേ, എൻ്റെ വേദനയുടെ കാലത്ത് നിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് എന്നെ സാന്ത്വനപ്പെടുത്തുന്ന നിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു പുതിയ കാലം എനിക്ക് അവകാശമാക്കിയതിന് ഓഹരിയാക്കിയതിന് എന്റെ അവകാശം ഓഹരിയുമായ എന്റെ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, എല്ലാ ജനങ്ങളോടും കൂടി ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയാൽ അങ്ങയെ വാഴ്ത്തുന്നു, ദൈവസ്നേഹത്താൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളമായി ദൈവസാന്നിധ്യത്തിന്റെ സ്ഥിരീകരിക്കപ്പെട്ട സാക്ഷികളായി സന്തോഷത്തിന്റെ സുവിശേഷ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനും കൂടെ ചേർത്തതിനും നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധനെ, ബലവാനെ, പരിശുദ്ധനെ, പരശതം കെരൂബുകളാൽ ഏതു നിമിഷവും പെരുവെള്ളത്തിന്റെ ഇരച്ച പോലെ സ്തുതിക്കപ്പെടുന്നവനെ, സ്തുതിക്ക് യോഗ്യനെ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ കെരൂബുകളോട് ചേർന്ന് ആരാധിക്കുന്നു. എല്ലാവരും ഇരിക്കുക. ചെറിയൊരു ഷെഡ്യൂളിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി മുതൽ ഉടമ്പടി ധ്യാനം എന്നാണെന്ന് പറയത്തില്ല. എൻ്റെ കാലത്തെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഞായറാഴ്ച ഉടമ്പടി ധ്യാനം നടത്തിയപ്പോൾ ആൾക്കാരിങ്ങനെ ഒരു കാലം നിൽക്കിയിരുന്ന പുറത്ത് അവസാനം ഗേറ്റ് അടച്ച് പോലീസ് വരേണ്ടി വന്ന് ആൾക്കാർ റോഡ് വരെ നിന്ന് വലിയ സീനാണ്. അതിനകത്ത് രോഗികളൊക്കെ ഉണ്ടാവും. നമുക്കറിയാമല്ല, കൃപാസനത്തിൽ വരുമ്പോൾ അവശതയുള്ളവരുണ്ടാകും. ചിലപ്പോൾ അവർക്കൊന്ന് തിക്കലും ഞെരിക്കലും വന്നാൽ രക്ഷപ്പെടാൻ പറ്റാതെ ശ്വാസം മുട്ടിപ്പോകും. അപ്പം അതുകൊണ്ട് ഞാനതിനെ ചേഞ്ച് ചെയ്യാണ് ശരിക്കും. ഏതായാലും പഴയൊരു ഷെഡ്യൂൾ ടൈമിന് ഇനി ആരാധന ഉണ്ടാകത്തില്ല. പഴയ ഷെഡ്യൂൾ ടൈമെന്ന് പറയുന്നത് ഇതാണ്:
ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് 11 മണിക്കില്ലേ, അതിനി അങ്ങനെ ഒരു ആരാധന ഉണ്ടാകത്തില്ല. ഷെഡ്യൂൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. വേറെയും ഒരു ചേഞ്ചിങ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഡെയിലി ബ്രെഡിൽ പണ്ട് രാവിലെ 5:30 ഡെയിലി ബ്രെഡില്ലേ, അത് ആദ്യകാലങ്ങൾ തുടങ്ങിയ സമയത്ത്, കഴിഞ്ഞ ഒക്ടോബറിലാണ് ഡെയിലി ബ്രെഡ് തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് അന്നൊരു പ്രത്യേക നോട്ട് തന്നായിരുന്നു. പിന്നീട് ഞാനത് എല്ലാ ദിവസവും പിന്നീടത് ഞാൻ വിട്ടുപോയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും. അത് സ്റ്റുഡിയോയിൽ ഇത് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നൽകിയതാണ്. ഡോക്യുമെൻ്റുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നിങ്ങളൊരു പ്രമാണം ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ പ്രമാണത്തിൽ നക്കലെടുത്ത് രാവിലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നക്കൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കണം. നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഹോൾ ടിക്കറ്റ് രാവിലെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്രെഡിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥനാ സമയമാകുമ്പോൾ ഡോക്യുമെൻറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വീടൊക്കെ പണിയാൻ പോകുന്നവരില്ലേ, ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇന്ന് തറക്കല്ലിടുകയാണ്, അല്ലെങ്കിൽ വീട് പണിയുടെ പകുതി ബാക്കി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിൽക്കരുത്. ആ സ്ഥലത്ത് ആ വീട് എവിടെയാണ് പണിയണത് അടിത്തറയിൽ പോയി നിൽക്കണം നിങ്ങൾ. ഇപ്പോൾ ഒരു പശുവാ അല്ലെങ്കിൽ ആടാ അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അതിന് വല്ല ക്ഷീണവും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ കർത്താവ് കാലികളെയില്ല. നമ്മുടെ എല്ലാ മേഖലയും ദൈവം ആശീർവദിക്കുകയും എല്ലാ മേഖലയും. അപ്പം അത് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കണം. അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് അവിടെ പോയി എന്നാണ് കൂടേണ്ടത്. അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ സമയത്തെങ്കിലും മൊബൈലും കൊണ്ട് അവിടെ ചെന്നിട്ട് ആ പ്രാർത്ഥന അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും യാത്രക്ക് പോവുകയാണെങ്കിൽ റൂട്ട് വരച്ചിടണം അതിൻ്റെ. ഞങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ് റൂട്ട് മുഴുവനും എവിടെ യാത്ര ഉണ്ടെങ്കിൽ തിരിച്ചു വരണ വരെയുള്ള എല്ലാ റൂട്ടുകളും കർത്താവിന് സമർപ്പിക്കും. അതിന് ഫീഡിങ് പ്രെയർ എന്ന് പറയും. എൻ്റെ സ്വകാര്യമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഫീഡിങ് പ്രെയറാണ് ഇപ്പോൾ ഈ ലേഡി ബ്രെഡായിട്ട് വരണത്. ഫീഡിങ് പ്രെയർ എന്ന് പറയണത് നമ്മൾ രാവിലെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ഫീഡ് ചെയ്യണ പോലെ കർത്താവിൻ്റെ കൈകളിലേക്ക് കാര്യങ്ങളെല്ലാം കൊടുക്കും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നമ്മുടെ വാഹനം പോകുന്ന സ്ഥലങ്ങൾ, വാഹനത്തിനെതിരെ വരുന്ന വാഹനങ്ങൾ, സൈഡിലൂടെ വരുന്ന വാഹനങ്ങൾ, ബാക്കിലൂടെ വരുന്ന വാഹനങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രാർത്ഥനയുടെ സബ്ജക്റ്റായിട്ട് സമർപ്പിക്കും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഇൻറ്റിമസിയുള്ള പ്രാർത്ഥനയ്ക്ക് ഡീറ്റെയിലിംഗ് കൂടും. സാങ്കേതിക പ്രാർത്ഥനയ്ക്ക് ഡീറ്റെയിലിംഗ് ഉണ്ടാകത്തില്ല. നമ്മൾ ഇപ്പോൾ ഓഫീസർമാരൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽ ഉണ്ടാകത്തില്ലല്ലോ. പക്ഷേ അമ്മയും മക്കളും കൂടി സംസാരിക്കണമെങ്കിൽ ഭയങ്കര വിശദീകരണങ്ങളൊക്കെ ഉണ്ടാകും. ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ ഫീഡിങ് പ്രെയറിൽ ഡീറ്റെയിലിംഗ് ഉണ്ടാകും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, കർത്താവ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്നൊരു വിഷയം വെച്ചാൽ നമ്മുടെ റൂട്ടുകൾ സമർപ്പിക്കണം എന്ന് പറഞ്ഞത്, സമർപ്പിക്കുന്നതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രെയറെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ കണ്ടിരിക്കുന്നത് പ്രൊട്ടക്ഷനാണ്. സംരക്ഷണം എന്ന് പറയും. സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു വിഷയം, മനുഷ്യന് അവൻ്റെ പരിഗണനയില്ലാത്ത ചില വിഷയങ്ങളൊക്കെ നമുക്ക് സംഭവിക്കത്തില്ലേ. നമ്മൾ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നതും അങ്ങനെയുള്ള ചില ഏടാകൂടങ്ങളൊക്കെ സംഭവിക്കത്തില്ലേ. ചില പറയും, ആ സമയത്ത് അയാളെ കാണാതെ കാര്യമില്ലായിരുന്നു, ആ വഴിക്ക് പോയതാണ് കുഴപ്പമായിപ്പോയെന്നൊക്കെ പറയത്തില്ലേ. അതെല്ലാം പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലമാണ്. സംരക്ഷണം. ഇപ്പോൾ ഫീഡിങ് പ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് ആ മേഖലയിൽ നമ്മൾ സേഫാണ് ശരിക്കും എല്ലാ മേഖലകളിലും. പിന്നെ ദൈവമായിട്ട് ജീവിക്കാൻ എളുപ്പമാണ് നമുക്ക്. നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എല്ലാവരെയും കുറിച്ച് ഞാൻ പറയണില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും
പ്രാർത്ഥനയെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ദൈവത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ആകാശ് എന്നും പറഞ്ഞ് ഒരു മോൻ സാക്ഷ്യം പറഞ്ഞു. ആകാശ് ചെറുപ്പക്കാരനാണ്, നല്ല സാക്ഷിയാണ്. അപ്പോൾ അവൻ പറഞ്ഞത് ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ലെന്ന് പറഞ്ഞ് ഏത് വിശ്വാസത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ എങ്ങനെ ജീവിതത്തിൽ ഇത്തിരി പരുവക്കേടുമാണ്, പക്ഷേ ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലെന്ന് ആകാശ് പറയണത്. അപ്പം അവൻ്റെ പ്രശ്നം എന്ന് പറയണത് അവൻ്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നീ പോയി ഉടമ്പെടുക്കും മോനെ, അപ്പം എല്ലാം ശരിയാ, അമ്മ ഇടപെടുമെന്ന് പറയും. അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് രസകരമായ എന്താ വെച്ചാൽ, ഒന്നാമത്തിൽ പപ്പ മാത്രമേ വീട്ടിലൊരു അപ്പൻ മാത്രമേ ഈ ബ്രെഡ് വിന്നറായിട്ടുള്ളൂ. ഭക്ഷണം അധ്വാനിക്കണത് അപ്പം മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കും അവനും ജോലിയില്ല. അവൻ്റെ പെട്രോൾ അടിക്കണ കാശ് പോലും അപ്പാനോടാണ് മേടിക്കണത്. അപ്പം അതുകൊണ്ട് അവൻ അധികം പെട്രോളിന് കറങ്ങാനൊന്നും പോകത്തില്ല. അത്യാവശ്യം കാര്യങ്ങൾക്ക് വല്ല കറണ്ട് ചാർജ് അടക്കാനോ പല പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ വല്ല ഇതില്ലേ ഈ എംപ്ലോയ്മെൻറ്റിലോ അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യ കാര്യത്തിനെ പോകത്തുള്ളൂ. കാര്യം കാശില്ലാത്തത് കൊണ്ട് അപ്പായോട് എങ്ങനെയാണ് കാശ് വാങ്ങിക്കണത്? അപ്പായ്ക്ക് കുറച്ച് ശമ്പളം, ഇത്തിരി ശമ്പളമേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് കുടുംബം നോക്കണം, കറണ്ട് ചാർജും അടക്കണം, വെള്ളക്കരവും കൊടുക്കണം. അപ്പം ഇങ്ങനെ അവൻ്റെ കാര്യം അപ്പം അത് കുടുംബത്തോടൊരു കൂറുള്ളവനായത് കാരണം ഡെർബാറൊന്നുമില്ല. സാധാരണ പാവപ്പെട്ടൊരു ജീവിതമാണ് ജീവിച്ചു കൂട്ടണത്. അപ്പം അതൊരിക്കലും അപ്പയെ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള ചിന്ത ഉണ്ട്. അത് കാരണം ആവശ്യമില്ലാത്ത കൂട്ടുകാരുടെ അടുത്ത് പോവുകയോ അവർ ചിലവ് ചെയ്യുമ്പോൾ നമ്മളും ചിലവ് ചെയ്യണ്ടേ. അപ്പോൾ അതിനുള്ള പാങ്ങില്ലാത്ത കാരണം ഇങ്ങനെയുള്ള ചിലവ് കൂട്ടുകളൊക്കെ ഒന്നും പോകത്തില്ല. കുടുംബത്തോട് കരുതലുള്ള ആളാണ്. അപ്പോൾ അവന് അമ്മ പറയണ്ട, മകനെ നമ്മ ഇനി രക്ഷപ്പെടണമെങ്കിൽ മാതാവ് തന്നെ രക്ഷപ്പെടുത്തണം, നീ പോയി ഉടമ്പടിക്കാൻ പറയാം. അപ്പോൾ ഉടമ്പടി എടുത്തും അങ്ങനെ മാതാവുമായിട്ട് ഈശോയുമായിട്ടൊക്കെ വലിയ ബന്ധമൊന്നുമില്ല, നോൺ ക്രിസ്ത്യനാണ്. അപ്പോൾ എന്നാലും അവന് തോന്നി ഇനിയിപ്പോൾ വേറെ ഇത്രയും നാൾ ജീവിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു മേൽഗതി ഇല്ലല്ലോ. അമ്മ പറഞ്ഞ പോലെ അമ്മയെ പോയി കാണാമെന്ന് പറഞ്ഞ് ഇവനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവൻ്റെ ഒരു പ്രശ്നമെന്ന് പറയണത് വിദ്യാഭ്യാസത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ആളിനെ. വിദ്യാഭ്യാസത്തിൽ ഇനി എന്ത് ചെയ്യണം? ജോലി വേണം, പക്ഷേ ജോലിക്കുള്ള പഠനം ആയിട്ടില്ല. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഒരു കോഴ്സ് ചെയ്യണം, പക്ഷെ അതിന് ഭയങ്കര കാശാകത്തില്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ഷെഡ്യൂള് പഠനങ്ങൾക്ക് ശേഷം പിന്നീട് ഹയർ സ്റ്റഡീസ് പോകുമ്പോൾ ലക്ഷങ്ങളൊക്കെ അല്ലേ വരണത്. അപ്പം ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടുന്ന് കിട്ടാനാ 2.5 സെൻറ്റ് സ്ഥലവും വീടുവേ ഉള്ളു. 2.5 സെൻറ്റ് സ്ഥലവും. ആകാശത്തിൻ്റെ സാക്ഷി ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യം, ഭയങ്കര അത് നമ്മളിൽ പല ആൾക്കാരും ആ ജീവിതമാണ് ജീവിക്കുന്നത്. വളരെ കുറഞ്ഞ ജീവിത രീതിയാണ്. അപ്പം അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം പരീക്ഷ ഫീസൊക്കെ വരുമ്പോൾ അപ്പനോട് ചോദിക്കണ്ടേ? അപ്പോൾ അര ലിറ്റർ പെട്രോളിന് പോലും അപ്പനോട് ചോദിക്കാൻ പ്രയാസമുള്ള ആളാണ്. എങ്ങനെയാണ് മുന്നിൽ? അപ്പം നമുക്കൊരു വഴി കാണുന്നില്ല. അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി കേട്ടപ്പോൾ. എല്ലാവരുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ് ശരിക്കും. അപ്പം അതുകൊണ്ട് അമ്മയടുത്ത് വന്ന് ചോദിക്കാം. അപ്പം അമ്മയടുത്ത് ഇവിടെ വന്നിട്ട് ഇവന് പ്രാർത്ഥിക്കാൻ അറിയാൻ പാലാത്തത് കൊണ്ട് ഇവിടെ വന്ന് കുറേ നേരം അമ്മയോട് സംസാരിച്ചിട്ട് പോയി. എൻ്റെ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാമില്ല, പരുവക്കേടാണ്. കണ്ട അതൊക്കെ അതാണ് ഡയലോഗ് എന്ന് പറയുന്നത്, കോൺവെർസേഷൻ. പ്രാർത്ഥിക്കാൻ അറിയാൻ പാലാത്ത കാരണം വർത്തമാനം പറയാനറിയാം. കാര്യം ഇവനും അമ്മയുമായിട്ട് ഭയങ്കര കൂട്ടാണ്, അവൻ്റെ അമ്മയുമായിട്ട്. അത് കാരണം അതുപോലെ ആയിരിക്കും ഈ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കക്ഷി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടും പോകാതെ നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയും മകനും കൂടി ഇരുന്ന് പറയണ പോലെയൊക്കെ കുറേ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞ് ഇവൻ ഉടമ്പടിയും ചെയ്ത് അവന് ഹരിപ്പാടെത്തിയതേ ഉള്ളൂ. അപ്പം തന്നെ ഫോൺ വന്നു, അപ്പന് നല്ല ജോലിയായെന്ന്. പെട്ടെന്നാണ് സംഭവം. ആ പ്രാർത്ഥന കേട്ട് ശരിക്കും. കാര്യം ഇത് പ്രാർത്ഥിക്കുന്ന നമ്മളെ ദൈവത്തിൻ്റെ മനസ്സ് തൊടണം. അല്ലാതെ ഇത് എപ്പം തീരും ഈ പ്രാർത്ഥന, കുർബാന എപ്പം തീരും, എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും,
എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പള്ളിയിലൊക്കെ തന്നെ ഞങ്ങൾക്ക് കുർബാനയ്ക്ക് എനിക്കാണെങ്കിൽ കുർബാന ഉയർത്താൻ പേടിയാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നും പറഞ്ഞ് നമ്മൾ ഉയർത്തുമ്പോഴായിരിക്കും ഈ കണ്ടു നിൽക്കണവന് ഇറച്ചി മേടിക്കണ കാര്യം ഓർക്കണത്. അവനപ്പം തന്നെ സ്കൂട്ടാകും ഓടുന്നത്. അതുകൊണ്ട് അതെന്നുവെച്ചാൽ അങ്ങനെ ദൈവമായിട്ട് അകത്തിൽ ബന്ധമുള്ളവർക്ക് അവരെക്കാൾ ബന്ധം അളിയൻ, അമ്മാവൻ, അപ്പൻ, ബന്ധുക്കളൊക്കെ ഇട്ടിക്ക്, അങ്കിള്, ഇങ്ങനെയൊക്കെ കുറേ. നിങ്ങൾ തന്നെ എപ്പോഴും നോക്കിയാൽ നിങ്ങളുടെ അങ്കിളിന് നിങ്ങളോട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ അങ്കിളിനെ ഇരിക്കും. കാര്യം അപ്പനേക്കാൾ അങ്കിളിനെ സ്നേഹിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ മനുഷ്യന്മാരുടെ പൊട്ടത്തരാണേ. കാര്യം ഒരു ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുന്ന അപ്പൻ ഒരു മണവുമില്ല, ഗുണവുമില്ല. 10 കൊല്ലമോ 2 കൊല്ലമോ കൂടുമ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് കെട്ടിയിറങ്ങണ അങ്കിള് കൊണ്ടുവന്ന് അവർക്ക് വല്ലതും കൊടുത്തുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ ഇത് അങ്കിളിനെ വലിയ ആളായിട്ട് കാണും. അയ്യോ, നോൺസെൻസ് എന്ന് പറഞ്ഞാൽ അട്ടർ നോൺസെൻസ്. അപ്പനേക്കാൾ വലിയ അങ്കിള് നക്കാപ്പിച്ച കൊടുത്ത് വിലക്ക് വാങ്ങിക്കും. അപ്പം അനിയത്തി നിങ്ങൾ ബന്ധങ്ങളിൽ കാണിക്കരുത് ഒരിക്കലും. അത് എപ്പോഴും നമ്മൾ എപ്പോഴും റിലേഷൻ സ്പേസ് എപ്പോഴും നമ്മൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അത്രയും വലിയ കഴിവുണ്ട്. നിങ്ങൾ ഈ മാതാപിതാക്കന്മാരെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരുടെ മാതാപിതാക്കന്മാർ അങ്ങനെയല്ല. ദൈവം നമുക്ക് തന്ന മാതാപിതാക്കന്മാർ ആണ് ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ. അവരെ നമ്മൾ ദൈവം കഴിഞ്ഞാൽ പിന്നെ പരിഗണിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ബ്ലെസ്ഡ് ആകാൻ തുടങ്ങും. നമുക്ക് വേറെ ഒരാളെ കൊണ്ടുപോയി അന്നഴകുന്നതിന് അപ്പനെന്ന് പറയത്തില്ലേ, അങ്ങനെ അന്നഴകുന്നതിന് അപ്പനാക്കിയാൽ ഒരിക്കലും ബ്ലെസ്സിങ്സ് കിട്ടത്തില്ല. ദൈവത്തിന് അറിയാമല്ലോ ഇത് യൂസ് ആൻഡ് ത്രോയാണ് കയ്യിലിരിക്കുന്നത്. ഉപയോഗം ഉണ്ടെങ്കിൽ താങ്ങിപ്പിടിച്ച് നടക്കും, ഉപയോഗം ഇല്ലെങ്കിൽ നാം ഇട്ടുകളയും, എവിടെയെങ്കിലും ഇട്ടുകളയും. അപ്പം അത് ഉടമ്പടിയിൽ ആ റിലേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യണം. കാര്യം ഇവന് ഒരു ഇൻറ്റിമസി, എനിക്ക് ആകാശത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇൻറ്റിമസി ഉണ്ട്. അപ്പം അവൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് അമ്മയോട് അവൻ വന്ന് സംസാരിച്ചിട്ട് പോയി. അവൻ പറഞ്ഞ കാര്യം ഇതാണ്, അപ്പൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാൽ പെട്രോൾ വാങ്ങിക്കണത്, എനിക്കതുകൊണ്ട് എപ്പോഴും പേടിക്കാൻ പറ്റത്തില്ല. അപ്പം അപ്പനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം, അപ്പനെ എന്തെങ്കിലും അദ്ദേഹത്തിനെ പറയണം, അപ്പനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം, ഇതൊക്കെയാണ് പറയണത്. ഇതാണ് എന്നിപ്പം നിങ്ങളെ എല്ലാവരെയും മോഡലെടുക്കരുത്. മോഡലെടുക്കണം എന്നല്ല ഞാൻ പറയണത്. ആ ഒരു അഫെക്ഷൻ എപ്പോഴും മനസ്സിൽ ദൈവത്തോട് ഇടപെടുമ്പോൾ അഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്തരികമായ ഒരു സ്നേഹം, വാത്സല്യങ്ങളൊക്കെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകണം. ആരാധന ഉണ്ടാകണം, ഒരു ആരാധ്യമായ ഭയമുണ്ടാകണം. അതേസമയം തന്നെ വളരെ ശിശുസഹജമായിട്ടുള്ള ഒരു സ്നേഹവും വാത്സല്യങ്ങളും ഉണ്ടാകും. അമ്മയാകുമ്പോൾ അതിന് പറ്റിയ ആളാണ് ശരിക്കും. അമ്മ അത് ഉടനെ റൈറ്റ് ആ വിഷയത്തിൽ തന്നെ, അതായത് അപ്പന് ഈ 12 മണിക്കൂറിൽ ഇവൻ വന്ന് തിരിച്ചു പോകാനുള്ള സമയത്തിനുള്ളിൽ അവരുടെ കുടുംബം കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ശമ്പളത്തിൽ അപ്പനെ പോസ്റ്റ് ചെയ്യും. അപ്പം തന്നെ ഇവന് ഇളക്കാൻ തുടങ്ങും. കാര്യം ഇവൻ ദൈവത്തിൻ്റെ ശക്തി ആദ്യമായിട്ടും കാണുകയാണ്. ഇങ്ങനെ ഒന്നും ദൈവത്തെക്കുറിച്ചൊക്കെ ഇവനെ അറിയത്തില്ല. ഇത്ര പെട്ടെന്ന് വിഷയങ്ങളിലൊക്കെ ഇടപെടുമെന്നൊന്നും ആളിനെ അറിയത്തില്ല. കണ്ടോടുകൂടി ആളിങ്ങനെ ഷിവറിങ് ആയിപ്പോയി. പിന്നെ അവന് ഒരു കുറച്ചുണ്ടായിരുന്നൊരു ചിന്തയെന്ന് പറയണത്, അവൻ പറഞ്ഞു അവനിവിടെ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലേ അപ്പൻ്റെ കുടുംബം രക്ഷപ്പെടുക, കുടുംബത്തിന് കടങ്ങളൊക്കെ ഉണ്ട്, കുടുംബം മേലേത് പിടിക്കണമെങ്കിൽ ഞാൻ രക്ഷപ്പെടണം. കണ്ട ആ പ്രാർത്ഥനയുടെ അടുത്തൊരു സത്യസന്ധതയുണ്ട്. എന്താണ് പറഞ്ഞത്? ഞാൻ രക്ഷപ്പെടണം എന്തിനാണ്? കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ്. ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് അതെല്ലാം കേൾക്കണം. കൃപാസനത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ്. ഞാനത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. ചെറുപ്പക്കാരെ കാര്യം അവരുടെ കാര്യങ്ങളെല്ലാം അമ്മ ഇപ്പോൾ ഈ അത് കഴിയുമ്പോൾ വേറെ ഒരു മോളൊക്കെ ദിവസങ്ങൾ സാക്ഷ്യങ്ങൾ പറയുന്നവരെല്ലാവരും നല്ല ശതമാനം ചെറുപ്പക്കാരാണ്. അവരിങ്ങനെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തതിൽ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കാര്യം അവർ ദൈവത്തെ അവരുടെ യൗവനകാലത്ത് തന്നെ അറിയണില്ല. അപ്പം അതായത് യൗവനകാലത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിഷയത്തിൽ നമ്മൾ ഈ പ്രായം ചെന്ന് കഴിഞ്ഞ് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം, പിന്നെ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാൻ അധികം സമയം കിട്ടത്തില്ല. അതാണ് സമയമാണ് പ്രശ്നം. ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടായ ഒരു അനുഗ്രഹം എന്നിട്ട് 4 വയസ്സ് മുതൽ, ഞാൻ 4 വയസ്സിലാണ് എൻ്റെ മുറിയിലൊരു കർത്താവിൻ്റെ പടമുണ്ട്. നിങ്ങൾ കാണത്തില്ല, ഞാൻ ഇവിടെ ആരും വരാറില്ല. അപ്പം എൻ്റെ മുറിയിലൊരു
അതായത് കർത്താവിൻ്റെ ഒരു മുഖത്തിൻ്റെ പീഡാനുഭവ രൂപമുണ്ട് വലുത്. അത് പെയിൻറ്ററാണ്. അപ്പം അത് ഞാൻ എൻ്റെ 3 വയസ്സിലോ മറ്റേ എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് അപ്പൻ്റെ കൂടെ കയ്യെ തൂങ്ങി നടക്കുന്ന കാലത്ത് ലാവംവെട്ടത്ത് എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ചെമ്പരത്തിക്കാട്ടിൽ കണ്ട വലിയ രൂപമാണ്. അന്ന് മുതലാണ് ഞാൻ ഈശോനെ പരിചയപ്പെടുകയും ഈശോയുമായിട്ട് ആകർഷിക്കപ്പെടുകയും ഞാൻ അപ്പനോട് പറയും, ഇത് ഈശോയുടെ മുഖം ഈശോ കണ്ട ഇപ്പോൾ ഈശോ കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകൊണ്ട് അപ്പനോട് അത് പറയണത്. ഇപ്പം എനിക്ക് 3 വയസ്സോ 4 വയസ്സേ ഉള്ളൂ. 4 വയസ്സൊന്നും ഇല്ല അന്ന്. അതെൻ്റെ അമ്മയുടെ വണക്കമാസ പുസ്തകത്തിലിരിക്കുന്ന അതേ രൂപമാണ് ഞാൻ ചെമ്പരത്തിക്കാട്ടിൽ കാണുന്നത്. പക്ഷേ ഞാൻ അച്ഛനായി ആ ഒരു വിളിയോടുകൂടി അച്ഛനായിട്ട് ആദ്യം ഒരു എത്രയോ വർഷം കഴിഞ്ഞ്, അത് 1963 ഈ കാഴ്ച കാണുന്നത്. ഞാൻ 85 അച്ഛനായിട്ട് ഞാനൊരു പള്ളിയിൽ അപ്പോയിൻ്റഡ് ആയി. ആ അപ്പോയിൻ്റഡ് ആയ സമയത്ത് അമ്മ എന്നെ കാണാൻ വന്ന്, എൻ്റെ അമ്മച്ചി പിറ്റേ ആഴ്ച എന്നെ കാണാൻ വന്നപ്പോൾ അമ്മ എനിക്കൊരു പടം തന്നു. അപ്പോൾ ഞാൻ ഈ പടം ഇവിടെ നിന്ന് കിട്ടി തിരിച്ചു. അപ്പം ഞാനൊരു മരിപ്പിന് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നിനക്ക് തന്നിട്ട് പോകാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു, അന്നത്തെ ചെമ്പരത്തിക്കാട്ടിലെ ഞാൻ കണ്ട കർത്താവിൻ്റെ രൂപം വീണ്ടും അമ്മ തന്നെ കൊണ്ടുവന്ന് എനിക്ക് തന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. അത് ദൈവമായിട്ട് ജീവിക്കണം ഭയങ്കര രസമാണ് മക്കളെ. എനിക്ക് തോന്നൽ എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത്, നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, പല പ്രശ്നങ്ങൾ, കേസ്, ജപ്തി നടപടികൾ, വീട്ടിലെ കലഹങ്ങൾ, വൈവാഹിക ഭിന്നതകൾ, മക്കളില്ലാത്ത അവസ്ഥകൾ. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം കേൾക്കണില്ലേ? എല്ലാത്തിനും അമ്മ മറുപടി പറയുന്നുണ്ട് ഉടമ്പടിയിലൂടെ എല്ലാത്തിനും മറുപടി. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് ഇപ്പം നമ്മുടെ വിഷയത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കണോണ്ടാണല്ലോ നിങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് ഇവിടെ വരണത്. ഇപ്പോൾ ഇവിടെ നിങ്ങളിത്ര വെളുപ്പിനെ എഴുന്നേറ്റ് ഇന്നലെ തന്നെ വന്ന് ഇവിടെ താമസിക്കുന്നവരുണ്ട് ഈ സ്ഥലത്തൊക്കെ പലയിടത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ വിഷയത്തിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ വർഷകാലത്തും കഷ്ടപ്പെട്ട് വരണത്. എൻ്റെ മക്കളെ, ഇത്രയും പ്രാധാന്യമെങ്കിലും ദൈവത്തിന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. ഇത്രയും പ്രാധാന്യമെങ്കിലും ദൈവത്തിന് കിട്ടണം. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും കണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായി ഒരിക്കലും ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കും എല്ലാ മേഖലകളിലും. നമ്മളിപ്പോൾ പ്രെയർ ചെയ്യണത് വിഷയാധിഷ്ഠിതമായിട്ട് സാങ്കേതികമായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ 1, 2, 3 സ്ലോ പ്രോസസ്സായിരിക്കും. നമ്മൾ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രാർത്ഥനാ ജീവിതം ക്രമപ്പെടുത്തിയ ഭയങ്കര സ്ലോ പ്രോസസ്സ് നടക്കുകയേ. പക്ഷേ ഒരു കൊല്ലം 1.5 കൊല്ലം കൊണ്ടൊക്കെ ചില കാര്യം നടക്കത്തുള്ളൂ. സ്ലോയാണ്. കാര്യം നമ്മൾ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇനി ദൈവത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനാ ജീവിതം 2, 4, 6, 8, 16, 64 എന്ന് പറഞ്ഞാൽ കയറിപ്പോകും. അത് ജിയോമെട്രിക് പ്രൊപ്പോർഷനിൽ കയറിപ്പോകും. എന്താ കാര്യം? നമ്മൾ ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണത്, നിങ്ങൾ ഉടമ്പടിയിൽ എടുപ്പോഴും നിയോഗങ്ങളിലല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അത് വിഷയത്തിനാണ്. സ്ലോ ആയിരിക്കും, ഭയങ്കര സ്ലോ ആയിരിക്കും. കാര്യം നിങ്ങൾ ദൈവത്തിന് തന്നെ പ്രാധാന്യമുള്ളത് നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നുണ്ടെങ്കിൽ ഉള്ള പ്രാധാന്യവും നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നുള്ളൂ. വിഷയമാണ് ദൈവം. അവിടെയാണ് തലകീഴ് മറിഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാ സമയവും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്. അതാണ് നിങ്ങളുടെ ദൈവം. പ്രാക്ടിക്കൽ ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് നിമിഷവും ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, ആരെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ദൈവം. അതുകൊണ്ടാണ് ഈ ലവ് അഫെയർസ് ഉള്ളവരോടൊക്കെ ഞാൻ അധികം നിങ്ങളത് റീതിങ്ക് ചെയ്യണം, സൂക്ഷിക്കണം എന്ന് പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ ലവ് അഫെയർ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ 24 hours ഈ നമ്മുടെ പേ ബാധിച്ചതുപോലെ എപ്പോഴും ഈ മൊബൈലിൽ കണ്ടില്ലേ കേട്ടില്ലൊക്കെ ഉടനെ വിറവാദം വരും, പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഹിസ്റ്റീരിയ ടൈപ്പിലൊക്കെ പോകത്തില്ലേ.
അപ്പോൾ എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ആവശ്യമില്ലാത്ത റിലേഷൻസിലൊക്കെ പോയി ഈ പ്രാർത്ഥനാ കാലത്ത് പ്രത്യേകിച്ച് കുടുങ്ങരുത്. നിങ്ങൾ കുടുങ്ങി ഇതുപോലെ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം ആ വ്യക്തിക്കായിരിക്കും പ്രാധാന്യം, ദൈവത്തിനല്ല. നിങ്ങൾക്ക് ഫോൺ ഇപ്പോൾ നിങ്ങളൊരു ആരെങ്കിലും ഒരു അഫെയർ ഉണ്ടായെന്ന് വിചാരിച്ചോ, അപ്പം അല്ലെങ്കിൽ അവൾ നിങ്ങളെ ഫോൺ വിളിക്കണില്ല, പിന്നെ നിങ്ങളൊന്ന് ഉടമ്പടി ചെയ്തിരിക്കണത് അവർ ഫോൺ വിളിക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ് ഇങ്ങനെ ഫോൺ വിളിക്കാത്തത്? ഇനി വേറെ വല്ല കമ്പനിയിൽ അവർ പെട്ട് കാണുക, എന്നെ ഉപേക്ഷിച്ച് കാണുക. അപ്പോൾ അവർ ചിലപ്പോൾ നിന്നെ സാഡിസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നീ അവിടെ ചെന്ന് വഴങ്ങി നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ അടക്കുമുറയുടെ ഭാഗമായിട്ട് വരുന്ന ഒതുക്ക് പരിപാടി ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കാത്തത്. ഇതുപോലുള്ള തട്ടുപിടുത്തവും തരികിട പരിപാടികളൊക്കെ കൊണ്ട് ജീവിതം തീർന്ന് ഇതല്ലേ വിളിക്കുമ്പോൾ ഒരു ആശ്വാസം, പിന്നെയും വിളിക്കാം, പിന്നെ ഇങ്ങനെയുള്ള കളികളൊക്കെ കേട്ട് ഇങ്ങനെ ജീവിതം പോകും. അപ്പം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച ഉടമ്പടിക്കാലത്ത് പ്രത്യേകിച്ച് ബയലാറ്ററൽ എഗ്രിമെൻറ്റാണ്. ഇപ്പോൾ നമ്മൾ മറ്റ് ധ്യാനകേന്ദ്രങ്ങളെപ്പോലെ ഞാനിങ്ങനെ ധ്യാനത്തിൻ്റെ സ്റ്റൈലിലല്ല പറയണത്, നമ്മളൊരു വർത്തമാന സ്റ്റൈലല്ലേ പറയണത്. അതിൻ്റെ കാരണം എന്ന് പറയണത് ഇതൊരു ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ല, ഇത് ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്. അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിഷയത്തിന് പ്രാധാന്യം കൊടുത്താൽ ഭയങ്കര ഉറുമ്പ് നിരക്കണ പോലെ ഈ നിരക്കത്തുള്ളൂ, 1, 2, 3 എന്നൊക്കെ പറയും. പക്ഷെ ദൈവത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വഴികളും ഇപ്പം തന്നെ ഇവൻ്റെ ഒന്നാമത്തെ ഭയങ്കര ഈ ഫെയ്ത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആകാശിന് കൂടുതലാണ്. ആകാശിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശിൻ്റെ കയ്യിലൊരു മുഴയുണ്ട്. അപ്പം അത് കീറിക്കണമെന്ന് പറയുമ്പോൾ അമ്മ പറയും, എടാ അത് കീറിയ ആശുപത്രി കിടക്കേണ്ടി വരും, ഇനി വേറെ വല്ല കുന്ത്രാണ്ടമാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അമ്മയും മകനുമായിട്ട് അവരുടെ വീട്ടിലെ സംസാരമാണ്. അവൻ്റെ കയ്യിലൊരു മുഴയുണ്ട്. ഇപ്പം അത് കീറണമെന്ന് അവനൊരു മകനേ ഉള്ളു. അത് കീറുമ്പോൾ ഇവൻ്റെ ശരീരത്തെ ഇങ്ങനെ ബ്ലേഡൊക്കെ അത്യാവശ്യം വെച്ചാൽ അമ്മക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്കത് അതിൻ്റെ ഫീലിങ്ങൊക്കെ മനസ്സിലാകും. ഒരു മക്കളുള്ള അമ്മമാരെന്ന് വെച്ചാൽ അവർ ഉൾക്കൊള്ളത്തിലാവുന്നു. അപ്പം അതുകൊണ്ട് അമ്മ പറയും കത്തിവെക്കാൻ പറ്റത്തില്ല എന്ന് പറയും. നീ പറയും നീ അമ്മ കത്തി വെച്ചില്ലേ പിന്നെ എന്ത് ചെയ്യും, വേദന ഉണ്ട് താനും. അതുകൊണ്ട് നീ അമ്മയുടെ ഉടമ്പടി തൈലം ഇടാൻ പറയും, തൈലം തേക്കാൻ പറയും. അപ്പോൾ ഈ അമ്മയും മകനുമായിട്ടുള്ള അമ്മയെടുക്കുന്ന ഫെയ്ത്ത് ഇവന് കിട്ടുന്നത്. ഇവരെന്നാ ചെയ്ത് കഴിഞ്ഞാൽ കത്തി വെച്ചാലും ആശുപത്രി പോയി കിടക്കണ്ടേ, അതിനുള്ള കാശ് മുടക്കാനുള്ള കാശുമില്ല. അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ട് ഇവൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം തേക്കും. അതായത് കഴിഞ്ഞാൽ ഈ ഇതിന് നമുക്കറിയാമല്ലോ, ഈ ഉടമ്പടി തൈലമൊക്കെ തേക്കുമ്പോൾ ചില ആൾക്കാർ വെളിച്ചെണ്ണ കുളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചില ആൾക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർക്ക് ഉടമ്പടി തൈലം ഏതാണ്, വെളിച്ചെണ്ണയാണ് അവർക്ക് പരിചയമുള്ളത്. അതുകൊണ്ട് വെളിച്ചെണ്ണ കയ്യിലെടുത്ത് തേച്ചിട്ട് തലയിൽ തേക്കണ പോലെ ഈ ഉടമ്പടി തൈലം ഫെയ്ത്ത് ആപ്ലിക്കേഷൻസാണ്. തമ്മിൽ തിരിച്ചറിയണം നിങ്ങൾ. ചില ആൾക്കാർക്ക് ഉടമ്പടി തൈലത്തിന് അനുഭവമില്ലല്ല, അത് ഈ വെളിച്ചെണ്ണ പോലെ ഉപയോഗിച്ചിട്ടാണ്. അതെപ്പോഴും തന്നെ അതിന് നിങ്ങൾ തിരിച്ചറിയണം. ഉടമ്പടി തൈലം ഫെയ്ത്ത് ആപ്ലിക്കേഷൻസ് പറയും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് സഭയിലുള്ളതാണേ തൈല ആപ്ലിക്കേഷൻസ്. അതായത് നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരു സാധനവും ഇല്ല. ഇപ്പോൾ നമ്മളത് അപ്പോഴും നമുക്ക് മനസ്സിൽ ഒരു പ്രഖ്യാപനമാണത്. വിശ്വാസത്തിന് പ്രശ്നം, വിശ്വാസം ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് ഒരു പ്രാർത്ഥന വഴി നമുക്ക് ആക്ടിവേറ്റ് ആകാൻ പറ്റും, പിന്നെ പ്രഖ്യാപനം വഴി ആക്ടിവേറ്റ് ആകാൻ പറ്റും ഫെയ്ത്തിനെ, പിന്നെ പ്രയോഗമുണ്ട്, പിന്നെ പ്രവചനമുണ്ട്. അങ്ങനെ വിശ്വാസം 3-4 നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് പ്രാർത്ഥനയല്ലേ മാത്രമല്ലേ ഉള്ളൂ. അതാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരണത്. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്താലും നിങ്ങൾ മാക്സിമം ടൈം എന്ത് ചെയ്യും, അതിൽ നിന്ന് പ്രാർത്ഥിക്കുമോ, ഇത്തിരി പ്രാർത്ഥനയല്ലേ ഉള്ളെന്ന് പറയും. എന്താണ്ട് ഉടമ്പടി ഇത്തിരി പ്രാർത്ഥനയല്ലേ ഉള്ളു, ഒരു പ്രത്യക്ഷയുടെ പ്രാർത്ഥന. അതാണ് എൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ അതാണ്, ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയാണ്. പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ഓൺ ചെയ്യണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രത്യക്ഷീകരണം സഭ പഠിക്കാൻ വേണ്ടിയും
ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനില്ലേ പ്രശ്നം? അതല്ല, ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം. ഈ ഫാത്തിമയിലും ലൂർദിലും വേളാങ്കണ്ണിലും ഒന്നും സന്ദേശം ഇത്രയില്ല. മജ്ജിക്കോറയെ പോലെ ഇത്രയും സന്ദേശമില്ല. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. കാര്യം ഒന്നാമത്തെ കളർ ഭയങ്കര പെശക് കളറാണ്, അന്ത്യകാലത്തിൻ്റെ കളറാണ്. പിന്നെ സമയഘടികാരം നെഞ്ചിൽ ചേർത്തിരിക്കണേ, സമയത്തിനെ കാണിക്കുന്നത് വളരെ 11 മണിക്കൂറിലേക്ക് ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ എന്ന് പറയുന്നു. 10:08 സൂചി കാണിക്കുന്നു. അപ്പം ഈ അവസാന കാലഘട്ടങ്ങളിലേക്ക് ജീവിക്കുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോണത്. അപ്പോൾ വരുന്ന ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ സന്ദേശത്തെ കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അല്ലാതെ നിങ്ങളിങ്ങനെ എടുത്ത് രാവിലെ തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ചെല്ലിപ്പിടിക്കും. എന്താണെന്ന് അവർക്കറിയാൻ പാടില്ല, ചിലവർക്കറിയാൻ പാടില്ല. അവിടെ എഴുതി കിടക്കണ വായിക്കുക, എന്താണ് പ്രത്യക്ഷീകരണം, ആരാണ് ആ പോയി, എന്താ ഒന്നും അറിയാൻ വെറുതെ കാഴ്ച വിടുകയാണ്. അതല്ല, അത് ഓൺ ചെയ്യണം. പ്രത്യക്ഷീകരണം ദൈവം ചെയ്ത കാര്യമല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ? എനിക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുന്നത് അപ്പായോട് പറഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പായും ഈശോയും തമ്മിലുള്ള ഡിസ്കഷൻ്റെ വെളിച്ചത്തിലാണ് ഈ കൃപാസനത്തിൽ ഈ പ്രത്യക്ഷീകരണം നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വരേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടുള്ള സംഭവം, ആരുടെയെങ്കിലും ഇങ്ങനെ പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാലിനെ കാല് സുഖപ്പെടുന്നു, അങ്ങനെയുള്ള സിമ്പിളല്ല വിഷയം. അല്ലെങ്കിൽ ജപമാല കൊടുക്കുന്നു, അല്ലെങ്കിൽ അമലോത്ഭവമാണെന്ന് പറയുന്നു, അതുപോലെ ഒരു സിമ്പിൾ വിഷയമല്ല ഇത്. ഇത് ലോകത്തെ മുഴുവനും ബാധിക്കുന്നൊരു വിഷയമാണ്, ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പം നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥനയിൽ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രപഞ്ച പ്രകൃതിയെ മാതാവിനെ ഏൽപ്പിക്കാൻ പറയേണ്ട കാര്യം അതാണ്. അത് പോപ്പ് ചെയ്യേണ്ട കാര്യമാണ്. പ്രപഞ്ച പ്രകൃതിയെ, അല്ലാതെ നിങ്ങളെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പേരിൽ പുതിയ കാശ് അടിച്ചിറക്കാനല്ല. അതിൻ്റെ അതിന് പേരിൽ ജനങ്ങളെ പ്രാർത്ഥിച്ച് അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല ഉദ്ദേശം. ഈ പ്രപഞ്ച പ്രകൃതിയെ മുഴുവനും ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയ്ക്ക് സഭ പ്രതിഷ്ഠിക്കണം. കാര്യം ഈ സഭ പ്രതിഷ്ഠിക്കുന്നതോടു കൂടിയാണ് മാതാവിനെ ഇപ്പം ഇതാ നിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനും മനുഷ്യനോട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ ഇതാ നിൻ്റെ മകനെന്ന് പറയുന്ന ആ കുരിശിലെ അവസാന വചനങ്ങളിലുണ്ട്. ഈ അമ്മയ്ക്കാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് എന്താണ്, ഈശോ കുരിശിൽ നിന്ന് രക്തപങ്കലിനായി നിൽക്കുന്ന സമയത്ത്, മരണശ്വാസം വലിക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ അവസാന നിമിഷം പറയണത്. ഇപ്പം നമ്മുടെ അപ്പന്മാർ മരിക്കാന്നായാലും അമ്മമാർ മരിക്കാന്നായാലും മരിക്കാൻ നേരത്ത് പറയണ വിഷയങ്ങൾ ആരോട് പറയണമെങ്കിൽ എന്താണ്, നിങ്ങൾ അടുക്കളയിൽ എറമ്പത്ത് കിടക്കണ വിറക് വാരി മഴ വരാൻ പോണെന്നൊക്കെയാണ് പറയണത്. അമ്മ മരിക്കാൻ പോവുകയാണ്. അപ്പം അമ്മക്ക് എന്തോ പറയാറുണ്ട്, ചെല്ല് മക്കളെല്ലാം വിളിക്കുന്നുണ്ട്. അപ്പം അമ്മ വരുമ്പോൾ മക്കളെ മഴ വരാൻ പോണ വിറക് വാരി ചാർത്തിലിട്ടേക്കാൻ പറ. അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ ഒരു മരിക്കാൻ നേരത്ത് പറയുവാ ഇല്ല. വളരെ സീരിയസ് കാര്യങ്ങളെ മരിക്കാൻ നേരത്തെ പറയത്തുള്ളൂ. അതാണ് പറയണത്. എന്താണ്, ഇതാ നിൻ്റെ മകൻ. മനുഷ്യരാശിയെ അമ്മയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം മനുഷ്യരാശിയെ അമ്മയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ മനുഷ്യനും അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ജീവജാലങ്ങളും വെജിറ്റേഷൻ മുഴുവനും പ്രകൃതിയും എല്ലാം അമ്മയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് പ്രപഞ്ച പ്രകൃതിയുടെ മാതാവെന്ന് പറയണത്. മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ് യോഹന്നാനിലൂടെ. നമ്മൾ പറയണത് വിശ്വാസിയെ ഏൽപ്പിച്ചു, ശിഷ്യനെ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് പറയണത്. പക്ഷേ സത്യം എന്താണ്? അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യനും മനുഷ്യനോട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇനി അമ്മയാണ് നോക്കേണ്ടത്. അപ്പം തന്നെ ഇവർ ഭൂസ്വലോക രാജ്ഞിയായി മകൻ മുടി ധരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. കർത്താവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലം അമ്മയുടെ രാജ്യത്തെ തിരുനാളാണ്. കർത്താവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഒരു ഫലമെന്ന് പറയണത് അമ്മയുടെ രാജ്ഞി പദമാണ്. എല്ലാം അമ്മയുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം ഭൂമിക്ക് ചൂട് പിടിക്കുന്നു, ഭൂമി പനിക്കുന്നു,
എന്നൊക്കെ പറയുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് വരാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ട്രംപ് എന്താ പറഞ്ഞത്? ക്ലൈമറ്റ് ചേഞ്ചുകാർ കുറേ നുണ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ഇനി അമേരിക്കയുടെ 5 പൈസ ക്ലൈമറ്റ് ചേഞ്ചുകാർക്ക് കൊടുക്കരുത്. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ട്രംപിൻ്റെ ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കണം. ലക്ഷക്കണക്കിന് കോടി രൂപ, 23% പണം അമേരിക്കയുടേതാണ്. ഇവരിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ശാസ്ത്രജ്ഞന്മാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഇനി അമേരിക്കയിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ലെന്ന് പറയും. പക്ഷേ ഞാനത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയതിൻ്റെ കാരണം ഈ ക്ലൈമറ്റിൻ്റെ അകത്ത് ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഈ പറയണ പോലെയുള്ള ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. പേടിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രങ്ങളും ബുദ്ധിയും ബോധമുള്ളവർ അതിൻ്റെ നടപടി ചെയ്യണം. ആൾക്കാരെ എന്തിനാ പേടിപ്പിക്കണം? അപ്പോൾ അത് കറക്റ്റാണ് ആ പോയിൻ്റ്. പക്ഷേ ഇത് ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിൽക്കുമോ? ഈ സംഭവം നിൽക്കത്തില്ല. ഇത് ഏൽപ്പിച്ച ഒരാളുണ്ട്. ആ ആളിന് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയെ സഭ സമർപ്പിക്കണം. അത് നിങ്ങളുടെ കുടുംബം തൊട്ടും മക്കളെ തൊട്ടും. ഇപ്പം നിങ്ങളുടെ മക്കളെ കഞ്ചാവാണ്, അല്ല നിങ്ങളുടെ മക്കളെ പോലീസ് പിടിച്ചു, അല്ല നിങ്ങളുടെ ഇടയ്ക്കിടെ കള്ളക്കേസ് കൊടുത്തു. എന്താണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്? ആരെയാണ്? മറിയത്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാ നിൻ്റെ മകൻ. അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഭർത്താവ് വേറെ സ്ത്രീകളോട് പെരുമാറുന്നതായിട്ടൊക്കെ തോന്നി ഇപ്പം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. ഏൽപ്പിക്കേണ്ടത് ആരെയും? ഇതാ നിൻ്റെ മകൻ. മറിയത്തെയാണ് ഏൽപ്പിക്കേണ്ടത്. ഈ മറിയത്തെ ഏൽപ്പിക്കുമ്പോൾ നാക്ക് കൊണ്ട് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ദൈവം ഏക്കത്തില്ല. ഇപ്പം നിങ്ങൾ പറയും പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ ഉള്ളു ഇതിൻ്റെ അകത്ത്, അത് ഇത്രയല്ലേ ഉള്ളു, എന്നാൽ അതുകൊണ്ട് 100 ചെല്ലാമെന്ന് പറയും. ചെടുത്തി പട കാര്യം ഭയങ്കര കട്ടാടേ. മൂടമ്പഴി എടുത്തിട്ട് തലങ്കീഴായി വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം? പ്രത്യക്ഷീകരണം വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. പ്രത്യക്ഷ പ്രാർത്ഥന വേണമെങ്കിൽ 100 പ്രാവശ്യം ചെല്ലും, ഒരു കുഴപ്പമില്ല. കാര്യം പ്രാർത്ഥന ഇത്രയല്ലേ ഉള്ളൂ. അവർക്ക് പ്രാർത്ഥനയാണ് വേണ്ടത്. എൻ്റെ മക്കളെ, ഇത് വിശ്വാസത്തിൻ്റെ 10% പ്രെയർ എന്ന് പറയണത്. 20% പോലുമല്ല, പ്രെയർ 10%. ബാക്കി 90% വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത് വേറെ കാര്യങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൽ അത് 10% പ്രാർത്ഥനയും ബാക്കി ഉള്ളതെല്ലാം ഒന്ന് പ്രഖ്യാപനമാണ്. ശരിക്കും പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയും, ലിവിങ് ബ്രെഡിലും പറയും, ഇവിടെയും പറയും. കാര്യം ഈ ജനം എല്ലാം പുതിയ ആൾക്കാരാണല്ലോ കൃപാസത്യം വരണത്. അപ്പോൾ പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കും. അച്ഛൻ ഇത് എപ്പോഴും അച്ഛൻ ഇത് തന്നെ അറിയാൻ പാടുള്ളതെന്ന്. അങ്ങനെയല്ല, പുതിയ അണ്ണന്മാർ വന്നിരിക്കുകയല്ലേ. കാര്യം ഈ ആഴ്ച തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്നത് പുതിയ ആൾക്കാരായിട്ട് 3000 മറ്റുമുണ്ട് ഈ മഴക്കാലത്ത് പോലും. ഇതെല്ലാം പുതിയ ആൾക്കാരാണ്. ഇവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും? ആദ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതാ കാര്യം? ഇത് പഠിക്കേണ്ട ആൾക്കാർ പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല പ്രത്യേകിച്ച് പ്രാർത്ഥന 100 പ്രാവശ്യം ചെല്ലാന്ന് പറഞ്ഞ് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് 1 പ്രാവശ്യം ചെല്ലാനേ പറഞ്ഞിട്ടുള്ളൂ. ചിലരത് 33 ആക്കും. വേറെ എങ്ങോട്ടൊന്ന് കിട്ടി 33 അത് എടുത്ത് കൊണ്ടുവന്ന് എവിടുന്നാണേ കർത്താവിൻ്റെ വയസ്സ് 33 അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടത്. നിങ്ങളിനിയിപ്പോൾ ആദത്തിൻ്റെ വയസ്സ് 120, ഇനി 120 ചെല്ലിക്കും. വയസ്സ് വെച്ച് ചെല്ലണമാണ് ഇതൊക്കെ. 2 വികടന്മാർ ഇറക്കി വിട്ട സാധനമാണിത്. ആ സാധനം എടുത്ത് ഇതിൻ്റെ അകത്ത് കയറ്റും. ഇതിൻ്റെ അകത്തൊന്നും ഇതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട പ്രത്യക്ഷ പ്രാർത്ഥന ഒറ്റ പ്രാവശ്യം ഓവർ ചെല്ലുമ്പോൾ വെടിപ്പായിട്ട് ചെല്ലണം. ദൈവത്തിന് തോന്നണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ദൈവമേ നന്ദി ദൈവമേ മഹത്വം ദൈവമേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ദൈവമേ നന്ദി ദൈവമേ മഹത്വം ദൈവമേ ആരാധന ഹല്ലേലൂയ 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 മഹത്വം മഹത്വം വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് അമ്മയെ തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന Hallelujah. Hallelujah.
ഭാഷാവരത്തോടെ ഭാഷാവരത്തോടെ ക്രൂശിക്കപ്പെട്ട ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഉദ്ധിതനായ ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, മുൾക്കിരീടം ചൂടിയ ദൈവമേ, എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന എല്ലാ വിശുദ്ധ രക്തസാക്ഷികളുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്ന തിരുമുറുവാർന്ന വലത് കരത്താൽ ഓരോ മകനെയും ഓരോ മകളെയും ഈ നിമിഷം സ്പർശിക്കണമേ. വൈദ അക്കാലം പോലെ ദൈവശക്തിയാൽ അങ്ങയുടെ മക്കള് നിറയട്ടെ. പൈശാചിക ശക്തികള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് തീരാവേദനകള്, ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഞങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഞങ്ങൾ നിത്യപിതാവേ, നിത്യപിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങയുടെ കൈകളെ ഉയർത്തണമേ. എല്ലാ ബലഹീനതകളെ അതിജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിപ്പോകുന്നവരെ, ഞങ്ങളുടെ കുടുംബങ്ങള് സമാധാനം നഷ്ടപ്പെടുന്നവരെ, ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ മാർഗമില്ലാതെ വലയുന്നവരെ എന്ത് ചെയ്യണമെന്ന് ഉറപ്പില്ലാതെ ഉഴലുന്നവരെ ഈ നിമിഷം വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ നാമത്തിലെ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ശക്തിപ്പെടട്ടെ.
കൈകൾ കൂപ്പി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. നിമിഷം രോഗമുള്ളിടത്തേക്ക് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും നിന്റെ കൈകളെ നിന്റെ രോഗാവസ്ഥയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന രോഗാതുരമായ സ്ഥലങ്ങളിൽ കഴുത്തിലായാലും ഹൃദയത്തിലായാലും കരളിലായാലും ഉദരത്തിലായാലും എവിടെയാണ് എൻ്റെ ദൈവവേദന നിനക്ക് വേദനയുള്ളത് അവിടെ കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. അമ്മമാതാവ് കാനായിൽ എന്നതുപോലെ അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സൗഖ്യമില്ല, അവർക്ക് രോഗമാണെന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ആൾത്താരയിലാണ് നീ, ആൾത്താരുടെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നവരെ അത് നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ സഹായിക്കും. നിന്നെ സന്ധിക്ക് ഈ സമയം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ബ്ലഡ് എടുത്തപ്പോൾ എന്തെങ്കിലും നോർമൽ അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കണ്ടെങ്കിൽ ഇപ്പോഴും കർത്താവ് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. മുടി കൊഴിയുന്നവരെ, ചുണ്ടയിൽ ശരീരത്തിലും പാണ്ട് വരുന്നവരെ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലർജി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾ നീതി കെട്ടുന്നവരെ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇയർ ബാലൻസ് പോകുന്നവരെ, അവിടെ ഇവിടെയും കഷത്തും മുഴയും കുരുവൊക്കെ കുരുവപ്പെട്ട് വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അറിയാതെ ബ്ലഡ് പോകുന്നവരും ദിവസങ്ങളോളം ബ്ലീഡിങ് നിൽക്കുന്നവരും അത് പൂർണ്ണമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത ശരീരവേദന, എപ്പോഴും ഉദരത്തിൽ കുത്തി വേദനയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, മൂക്ക്, ഇതെല്ലാം പലതരത്തിൽ കാഴ്ചക്കുറവുള്ളവർ, കേൾവിക്കുറവുള്ളവർ, മൂക്കിൽ ദശ വളരുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണിത്. അടിപ്പിണർ പോലെ വൈദ്യാഘാതം ദൈവികമായ ശക്തി പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ദൈവികമായ നിമിഷങ്ങളിൽ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുന്നത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടക്കുക, കൈകൾ കൂപ്പുക, കർത്താവിനെ മനസ്സിൽ ധ്യാനിക്കുക, അമ്മയുടെ മധ്യസ്ഥം യാചിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മയെപ്പോലെ ഭൗതിക സാഹചര്യങ്ങളിൽ യേശുവിനെ ഇടപെടുത്തി ആരുമില്ല. കാനായിലെ കല്യാണ കുടുംബത്തിലെ അപമാനകരമായൊരവസ്ഥയെ അമ്മ അഭിമുഖീകരിച്ചുകൊണ്ട് ഈശോയെ അതിൽ സത്ത ക്ഷണിച്ചതാണ്. അവർക്ക് വീഞ്ഞില്ല. ആ അമ്മ തന്നെയാണ് ദൈവവേദനെ ഇപ്പോഴും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് ഇപ്പം നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആ അമ്മയാണ് ദൈവവേദനെ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത്. അമ്മേ, അങ്ങയുടെ മക്കളെല്ലാം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾ ജപ്തി നടപടി നേരിടുന്ന മക്കളുണ്ട് ഈശോയെ. ഈ ആഴ്ച എങ്ങനെയാണ് തല്ലിപ്പിഴച്ച് പോകണമെന്നൊരു ഐഡിയയും ഇല്ലാതെ കടക്കാർ എപ്പോഴും ശല്യപ്പെടുന്ന വീടുകളുണ്ടമ്മേ. അവർക്കെല്ലാം ഈ ആഴ്ചയിൽ സമാധാനം കിട്ടാൻ ഇടയാക്കണമേ. ബാങ്കുകാർ പലപ്പോഴും പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന വീടുകളുണ്ട്. അവർക്ക് എങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടുക എന്നൊരു ഐഡിയ ഇല്ല. അമ്മേ, എല്ലാ ആശയങ്ങളും കൊടുത്ത അമ്മ ഇവിടെ നിന്ന് മക്കളെ വിടേണ്ടത്. അവർ കണ്ണീരോടെ ഓടി വന്നിരിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥം വഹിക്കുക എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ 10,000ങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും മധ്യസ്ഥം വഹിക്കുന്ന അമ്മേ,
കുടുംബം തകർന്ന കുടുംബങ്ങളുണ്ട്. ജീവിത പങ്കാളി വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല, കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ കേസ് കൊടുക്കാൻ പോണെന്ന് കേട്ടു. ഞാനിവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്. ഓർത്തിട്ട് ജീവിക്കാനും തോന്നണില്ല, മരിക്കാനും തോന്നാത്ത അവസ്ഥ. അമ്മേ, ഈ നിമിഷം അതെല്ലാം കാണണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരുണ്ട്, ഉള്ള ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, ഉള്ള ആസ്തിയേക്കാൾ കൂടുതൽ കടമുള്ളവരുണ്ട്. ഇനി വെള്ളപ്പാട് ചുട്ട് മനുഷ്യനൊന്നും അറിയാത്ത സ്ഥലത്ത് പോയി അഭിമാനത്തോടെ ജീവിക്കണം. ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയുള്ള വല്ലാത്ത വേദനപ്പെട്ടവരാണ് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനെല്ലാം അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. സമയമാണ് എൻ്റെ ദൈവവേദന. ഇപ്പോഴേ ഈ ഹോള് മുഴുവനും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇപ്പോൾ നീ ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകുന്ന സ്വർഗീയ നിമിഷമാണെന്ന് പരിശുദ്ധ അമ്മ ഓർപ്പിക്കുന്നു. ദൈവത്തിലെ ചിലപ്പോൾ ഒരു ചെറിയ കടയാണുള്ളത്, ചിലപ്പോൾ ഒരു ഹോട്ടലാണുള്ളത്, ചിലപ്പോൾ റെസ്റ്റോറൻ്റാണ്. പക്ഷെ കച്ചവടം ഇല്ലാത്തവരുണ്ട്, കടങ്ങൾ പോയവരുണ്ട്, വാടക പോലും കൊടുക്കാൻ പറ്റാത്തവരുണ്ട്, വാടകക്കാർ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തവരുണ്ട്, ഒറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നവർ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടേക്ക് വാങ്ങിച്ച കാശ് കൊടുക്കാനില്ലാത്തവരുണ്ട്. എല്ലാം കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒത്തിരിയേറെ മക്കളെ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കണ്ണീരോടെ കർത്താവിൻ്റെ ദൃശ്യനിധി അവരെല്ലാം സമർപ്പിക്കുന്നു. ഏജൻറ്റിന് പൈസ കൊടുത്തിട്ട് ഏജൻറ്റിനെക്കുറിച്ച് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തവരുണ്ട്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ട്. വീട്ടിലെ പരുവക്കേട് കാരണം ഉള്ള രോഗങ്ങൾ വീട്ടിൽ പറയാതെ പാത്ത് നടക്കുന്നവരുണ്ട്. എന്തൊരു കഷ്ടമാണമ്മേ. വീട്ടിലെ പരുവക്കേട് കാരണം രോഗം ഉള്ളത് മക്കളോടും ഭർത്താവിനോടും പറയാതെ നടക്കുന്ന അമ്മമാരുണ്ട്. എല്ലാവരും അമ്മേ, എല്ലാവരെയും സ്പർശിക്കണമേ. ഞങ്ങളുടെ കാര്യത്തിൽ മനുഷ്യനും ഭൗതിക ജീവിത സാഹചര്യവും പരാജയപ്പെട്ടിരിക്കുന്നു. അമ്മ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണം തന്നെ ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുരന്തം ഉണ്ടായിരിക്കുന്നു. ജീവിതം തന്നെ ദുരന്തമായി മാറിയിരിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇപ്പൊ മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അമ്മേ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ പഠനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചുള്ളൂ, അതിന് ഓട്ടിസമായിപ്പോയി. ഇനി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ധൈര്യമില്ല. അതും ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെടുന്നവരെ അവർക്ക് തീരുമാനമെടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വലതുകരം എല്ലാ കുടുംബങ്ങളിലും നീട്ടണമേ പ്രാർത്ഥിക്കുന്നു. കേസുള്ളവരെ, കേസിൻ്റെ സാക്ഷ്യവിസ്താരങ്ങളെല്ലാം കഴിഞ്ഞ് ആ കേസിൻ്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നവർ, അമ്മ തന്നെയായിരിക്കണം ജഡ്ജി. അങ്ങയുടെ മക്കളെ ഇനി കണ്ണീര് കുടിക്കാനുള്ള വിധി ഉണ്ടാകാതിരിക്കാൻ വിധി പറയാൻ വെച്ചിരിക്കുന്ന എല്ലാം, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയെ ഏൽപ്പിക്കുന്നു. വിസ നഷ്ടപ്പെട്ടവരുണ്ട്, വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്, അനധികൃതമായി താമസിച്ചിട്ട് ഗവൺമെൻറ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവരെവിടെ പോകാനാണ്? അവിടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കുകയാണ്. അവർക്കൊരു ഒരിടവും പരിചയവും ഇല്ലാതെ അവർ നട്ടം തിരികെയാണ്. അവരെല്ലാം അമ്മ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു. വഴിമുട്ടിപ്പോയ മക്കള് അവരെല്ലാം സ്പർശിക്കണം. ഭാഗോടമ്പടി എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാം കൈകാര്യം ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ജീവിക്കാനായപ്പോൾ മക്കളും ഭാര്യയുമായിട്ട് ജീവിക്കാനായപ്പോൾ ഒന്നുമില്ലാതെ വന്ന അവസ്ഥയിലും ഒരു പണിയും ചെയ്യാത്തവർക്കൊക്കെ അവിടെ ഓഹരിയും കിട്ടി, അവർക്ക് മുടക്കുമില്ല, അവരെ രക്ഷപ്പെട്ടു. ഇനി എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. കൈ ഉയർത്തി പറഞ്ഞേ മക്കളെ, എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ്. വീണ്ടും കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി കർത്താവിനെ ഓർത്ത് സമർപ്പിതരാകാം.
അമ്മ പഠിക്കുന്ന മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പലരും വലിയ പണമെടുത്ത് മുടക്കിയും കടം വാങ്ങിച്ചൊക്കെ പഠിച്ചിട്ട് അവർക്കിപ്പോൾ ഒന്നും മനസ്സിലാവണില്ല. ഇട്ടച്ചും പോരാൻ തോന്നണില്ല. വീട്ടുകാരുടെ കണ്ണുനീര് ഓർത്തിട്ട് ഇട്ടച്ചും പോരാൻ തോന്നണില്ല. പഠിക്കാൻ പറ്റണമില്ല. അങ്ങനെ വല്ലാത്ത വീർപ്പ് മുട്ടൽ ജാപിക്കുന്നവർ ഈ നിമിഷം കർത്താവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നിന്റെ മുമ്പിൽ സന്നിധിനായിരിക്കണത്. നീ സ്വന്തമായിട്ടും പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്നും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങളെ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ മുഴുവൻ നമ്മുടെ പിതാക്കന്മാരെ പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യം അൽത്താറ് മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് നിന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം പ്രസരിക്കുന്ന സമയമാണ്. ദൈവവേദരെ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം വേർപെടാൻ പോകുന്നവർ, വേർപെട്ട് കഴിഞ്ഞവർ, കേസിലായിരിക്കുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ, ജീവിത പങ്കാളിയെപ്പോലും കിട്ടാതിരിക്കുന്നവർ, വർഷങ്ങളായിട്ട് വിവാഹം നടക്കാത്തവർ, എല്ലാ വർഷങ്ങളായിട്ട് പെര ഉച്ചുകുത്തിപ്പോയവർ, ഉറഞ്ഞു പോയവർ, അവിടെ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നവർ, ഇനി എവിടെ പോയി പൊറുക്കുമെന്ന് അറിയാത്തവർ, എല്ലാവരുടെ മുന്നിൽ ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെ മുന്നിൽ ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെ മുന്നിൽ ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു കർത്താവേ, നന്ദി പറയുന്നു. മക്കളെ സന്തോഷമായിട്ടിരിക്കണം. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ നമ്മളൊക്കെ സഞ്ചരിച്ചു കയറി ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് അവസാനിപ്പിച്ചത്, ഞാൻ ഈ ദിവസം ഇങ്ങനെ വൈദികരുടെ ധ്യാനത്തിൽ പോയായിരുന്നു. വൈദിക ധ്യാനത്തിൽ പോയപ്പോൾ ഇപ്പം എനിക്കവിടെ കുർബാന അർപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാനത് രാവിലെ പ്രാർത്ഥിച്ചു, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അച്ഛന്മാരോട് അച്ഛന്മാരുടെ ധ്യാനമാണ്, അച്ഛന്മാരോട് എന്താ സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ല. ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ അവരോട് പറഞ്ഞു, നീ ഇപ്പം 40 കൊല്ലം ആകുമ്പോൾ അച്ഛനായിട്ട് പൗരോഹിത ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ പുരോഹിതനാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. ഒന്ന് ചിരിച്ച് കാണിച്ച് കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നല്ല അച്ഛനാണെന്ന് പറയും. നിങ്ങൾ എത്രയോ പേരെ നല്ല അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ളത് ദൈവത്തെ ഞാൻ പുരോഹിതനാണെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ പ്രശ്നമാണ്. ഈ റിസ്ക് എല്ലാവർക്കും തന്നെ വരുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. നിങ്ങൾ ഉടമ്പടിയിലൂടെ ചെയ്യേണ്ടത് ഇതാണ്. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണം. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിശ്വാസിയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. പാടാ, എങ്ങനെ പാടാ? നിങ്ങൾ ഒരു വിശ്വാസിയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന് മാത്രമാണ് പ്രാർത്ഥന. രണ്ടാമത്തത് പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ എല്ലാ ധ്യാനങ്ങളും അത് പറയാറുണ്ട്. വിശ്വാസ പ്രഖ്യാപനത്തിൽ എന്ത് വേണം? ഒരു സമൂഹം വേണം. എന്താ കാര്യം? അത് 10:32 എല്ലാവർക്കും നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളില്ലേ നമ്മൾ പറഞ്ഞ കക്ഷി ആകാശിൻ്റെ ഹീറോ. അപ്പോൾ ആകാശ് എന്നോട് അമ്മ പറഞ്ഞത് എന്താണ്? അവൻ്റെ അമ്മ പറഞ്ഞത്, എൻ്റെ മകനെ നീ ഇങ്ങനെ ഈ മുഴയും വെച്ച് ചെത്തിക്കറി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വേറെ വല്ല മാർഗം അന്വേഷിക്കണം. ഈ അമ്മയെടുത്ത് മാർഗമുണ്ട്, നീ പോയി ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം തേക്കാൻ പറഞ്ഞു. ഇപ്പോൾ കുറേ നാളായിട്ടുള്ള വേദനയും മൊഴിയൊക്കെ ഇത് എന്ത് മൊഴിയാണെന്ന് തീർന്നറിയാതെ പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ്. മാനസിക സംഘർഷമുള്ള സമയമാണ്. പക്ഷേ ഇവന് 2-3 ദിവസം ഇങ്ങനെ ഉടമ്പടി തൈലം തേച്ച്, ഈ ഉടമ്പടി തൈലം തേക്കും എപ്പോഴും നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലാം മക്കളെ. അതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. പ്രാർത്ഥനയല്ലത്, പ്രഖ്യാപനം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല കേട്ടോ. നിങ്ങൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥന പോലെ ചെല്ലരുത്, അത് പ്രഖ്യാപനമാണ്. ഇപ്പം നമ്മുടെ ഉടമ്പടി തൈലം ഉപ്പൊക്കെ നമ്മൾ തേക്കുമ്പോൾ ഉടമ്പടിയിലുള്ള ഗുണമെന്ന് വെച്ചാൽ കുറേ പ്രയോഗങ്ങളുണ്ട്. ഈ വിശ്വാസം, പ്രാർത്ഥന, അതുപോലെ വിശ്വാസം, പ്രാർത്ഥന, വിശ്വാസം, പ്രഖ്യാപനം, വിശ്വാസം, പ്രയോഗം. ഇപ്പം നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗമാണ് വിശ്വാസത്തിൻ്റെ. ആ പ്രയോഗത്തെ സാധൂകരിക്കുന്നത് പ്രഖ്യാപനമാണ്. നമ്മൾ തൈലമല്ലല്ല നമ്മളെ സുഖപ്പെടുത്തുന്നത്. ആരാണ്? യേശുവിൻ്റെ നാമമാണ് സുഖപ്പെടുത്തുന്നത്.
അതാണ് അതിൻ്റെ ആ പ്രയോഗത്തിലുള്ളത്. എന്താണ്? യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം അതെപ്പോഴും മനസ്സിലുണ്ടാവില്ല. തൈലം എടുത്തിട്ട് വെളിച്ചെണ്ണ തേക്കുമ്പോൾ നമ്മൾ ഒരു വിശ്വപ്രമാണം ചെല്ലുമോ തല കുളിക്കാൻ നേരത്ത്? ഇല്ല. അതുപോലെ അതുകൊണ്ടാണ് ഈ ഉടമ്പ് എടുക്കാത്ത ആൾക്കാർക്ക് നിങ്ങൾ എണ്ണ കൊടുത്തു വിടരുതെന്ന് പറയേണ്ട കാര്യം അതാണ്. ഉടമ്പടി തൈലം ഒരിക്കലും ഉടമ്പടി എടുക്കാത്തവർക്ക് കൊടുത്തു വിടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുക. അപ്പോൾ ആ തേക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയിരിക്കണം. അത് ആൾക്കാരിത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വിശ്വാസപ്രമാണം വേണം. കാരണം വിശ്വാസ പ്രഖ്യാപനമാണത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. തൈലമല്ല സുഖപ്പെടുത്തണം. എന്താ സുഖപ്പെടുത്തണത്? വിശ്വാസത്തോടെ. എന്ത്? പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഇപ്പം വിശ്വാസം ആരിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് തൈലം അതിന് മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാതെ വിശ്വാസമില്ലാതെ തേച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാത്തവർക്ക് തൈലം കൊടുത്തു വിടരുത്. ഉടമ്പടി എടുത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നേരിട്ട് ആ രോഗികളെ കണ്ട് എന്ത് സംഭവിച്ചാൽ ഇവൻ്റെ ഈ സിമ്പിൾ ഫെയ്ത്തില്ലേ, ആരുടെ? ആകാശ് 3 ദിവസം അത് പറ്റിയുള്ളൂ. പിന്നെ ആകാശ് പറയണത് ഞാനിത് എഴുന്നേൽക്കുമ്പോൾ തന്നെ തപ്പി നോക്കണം എല്ലാ ദിവസവും. ഈ മുഴ ഉണ്ടായ കാലം പോലെ ഞാൻ ചെയ്യണ പരിപാടിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തപ്പി നോക്കും. കാര്യം അത് വേദനിക്കണ കാരണം. ഇപ്പം എന്നാ പറ്റണത്? അത് കാണാനില്ലെന്ന്. ഇപ്പം പറയണേ ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കണം വെച്ചാൽ അവരിതെല്ലാം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് അല്ലേ. ഇതിങ്ങനെ കാണാനില്ല. എത്രയോ മാസമായിട്ടാവാൻ കഴിഞ്ഞുള്ള അവൻ സാക്ഷ്യം പറയണം. ഇപ്പോഴും അത് കാണാനില്ല, തീർന്നു. അമ്മ അത് ഏറ്റെടുത്ത് കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളത് പ്രയോഗമാണ്, വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പക്ഷേ പ്രയോഗത്തിലൊരു ഗുണമുണ്ട്. പ്രയോഗം സാധൂകരിക്കണമെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാകണം. യാക്കോബ് 5:14. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിന്റെ നാമത്തിൽ. അടുത്ത വചനം എന്താണ്? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പൊ ആരിലാണ് വിശ്വസിക്കണത്? കർത്താവിന്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. ഇതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. ഉടമ്പടി കേൾക്കുമ്പോൾ തൈലം തന്നെ കേൾക്കുമ്പോൾ തന്നെ എടുത്ത് വിടണമല്ല. അത് നമ്മുടെ എന്താണ് അത് മെഡിസിൻ അല്ലത്. അതെന്താണ്? എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. മെഡിസിന് വേണ്ടി തരുന്നത് വല്ലത്. എന്താണത്? അത് വിശ്വാസ പ്രഖ്യാപനത്തിന് വേണ്ടി തരണതാ. നിങ്ങൾക്ക് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആഴമനുസരിച്ചാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അല്ല, നിങ്ങൾ ഓർക്കെടുത്തൊരു മാന്ത്രികമായ എന്തോ മാജിക്കാണെന്ന് പറഞ്ഞ് ഇരിക്കരുത്. അന്ന് മാന്ത്രിക മാജിക്കൊന്നുമല്ല. അത് ആ 5:13 ബൈബിളിലുള്ള യാക്കോബ് 5:14 എൻ്റെ ഫോർമുല. നിങ്ങൾ കർത്താവിൻ്റെ തൈലം പൂശുക. പിന്നെ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അല്ല, വല്ലാത്തിനും വിശ്വസിച്ചിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അത് സൗഖ്യമായിട്ട് മാറുന്നത്. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ഉടമ്പടി തൈലത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കാവൂ. നിങ്ങൾ എൻ്റെ നാത്തൂനെ ഇത്തിരി ഉടമ്പടി തൈലം എന്താണെന്ന് ചോദിക്കത്തില്ലേ? നമ്മുടെ ആൾക്കാർക്ക് അതിൻ്റെ വായിട്ട് ചോദിക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അവർക്കിവിടെ വരണ്ട, വണ്ടി കയറണ്ട, ഉപവസിക്കണ്ട, ഒന്നും ചെയ്യണ്ട. എന്നുവെച്ചാൽ നമ്മുടെ ആ സ്നേഹത്തെ അവർ ചൂഷണം ചെയ്യണം. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പറയണം, ജോസഫ് അച്ഛൻ്റെ ഈ ടോക്ക് കേൾപ്പിച്ച് കൊടുക്കണം. നാത്തിന് തരാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ രീതി അതാണ്. അത് എനിക്ക് കേടാണ്, എൻ്റെ ഉടമ്പടിക്ക് കേടാണ്. ഞാനിതെല്ലാം പരിശുദ്ധമായി സൂക്ഷിച്ചുകൊള്ളാമെന്നാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നിസ്സാരമല്ലേ ഇത്? കൃപാസനം അമേരിക്കയിലൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് പോയി ഉടമ്പടി എടുക്കാവുന്നതല്ലേ ഉള്ളു. വൃത്തിയും മെനായിട്ട് പറഞ്ഞു വിടണം, ഒരു കാര്യമില്ല. നിങ്ങൾ ഒരിക്കലും ഇത് പകർച്ച കൊടുക്കരുത്. പകർച്ച കൊടുക്കാൻ വേണ്ടി ചോറും ചമ്മന്തിയൊന്നുമല്ല. ഇത് കർത്താവിൻ്റെ നാമത്തിൽ
വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇത് ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. ഇതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പം തന്നെ ഈ ആകാശിൻ്റെ ഇത് മുഴ തെറിച്ചു പോകുമെന്ന് പറഞ്ഞില്ലേ, ആകാശിൻ്റെ വേറെ പ്രശ്നങ്ങൾ എന്താണ്? ആകാശിന് കുറേ കുടുംബത്തിൽ വന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ കുറേ പാടാണ്. അല്ല, ഒരു പാടെന്ന് പറയുന്നത് ഇവന് പഠിക്കണമെങ്കിൽ ലോണ് വേണം. ലോൺ ഒരിക്കലും കിട്ടത്തില്ല, 2.5 സെൻറ്റല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവന് ലോൺ കിട്ടത്തില്ല. ഇവന് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനിൽ പോയാണ് പഠിക്കേണ്ടത്. ഈ അമ്മയോടുള്ള ബന്ധങ്ങളൊക്കെ സത്യസന്ധമാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആശിക്കാം. കാര്യം അപ്പോഴും അമ്മയ്ക്കായിരിക്കണം, ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. വിഷയത്തിന് പ്രാധാന്യം വെച്ചിട്ട് വിഷയം നേടാൻ വേണ്ടി അമ്മയെ ജാമ്യം നിർത്തണമെന്ന് വെച്ചാൽ അതൊന്നും നടക്കത്തില്ല. നിങ്ങളൊക്കെ ചെയ്യണം അതാണ്. ഒരു പരിപാടിയും ചെയ്യത്തില്ല. ഉടമ്പടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉടമ്പടി ചെയ്യേണ്ട പോലെ ചെയ്യത്തില്ല. മറിച്ച് നിങ്ങളുടെ കാര്യം നേടാൻ വേണ്ടി ദൈവത്തെ കൊണ്ടുവന്ന് കരുവ് നിർത്തും. അത് നടക്കത്തില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ഓർക്കുകയും അത് ഒന്നാമത്തേൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവാഞ്ചലൈസേഷനാണ്, വിശ്വാസ കൈമാറ്റമാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വിശ്വാസ അനുഭവം എനിക്ക് തരണം പറയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ IELTS പാസ്സാകണമെന്നോ അല്ലെങ്കിൽ വസ്തു വിൽക്കണമെന്നോ ജപ്തി മാറണമെന്നല്ല പറയേണ്ടത്. ഉടമ്പടി ഇത് ശരിക്കും ഫയറാണെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവെ മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കാൻ പറ്റിയ ഒരു അനുഭവം എനിക്ക് തരാൻ പറയണം. എന്നാൽ പിന്നെ ഇത് പെട്ടെന്നാണ് സംഭവം. അതാണ് എല്ലാത്തിനും അതിൻ്റെ ഒരു രഹസ്യ കോഡുണ്ടാകുമല്ലോ. ഇതിൻ്റെ ഒരു വാതിൽ ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാക്ഷ്യം എനിക്ക് തരണമേ എന്ന് വെച്ചാൽ അപ്പം എൻ്റെ ദൈവത്തിന് അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. കാരണം നിന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനങ്ങൾ നീ പ്രചരിപ്പിക്കും. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യും. അപ്പം നിനക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ അനുഭവം ഉണ്ടാകുമ്പോൾ അടിച്ചു മാറ്റി വെച്ച് ദൈവത്തിന് പലം കയറുകളും നാരായണ പിന്നെ കൂരായണ എന്നൊക്കെ പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്ത കാര്യം ദൈവത്തിന് അറിയാം. നീ പൊളിക്കുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും നടക്കത്തില്ല. കാര്യം കണ്ടു കഴിയുമ്പോൾ നീ വണ്ടി വിട്ട് പോകുമെന്നറിയാം. അത് നേരത്തെ നിങ്ങൾ ഈ മനുഷ്യന്മാരും ഇടപെടണ പോലെ ഒരിക്കലും ദൈവത്തിൽ ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പാപികളായി മാറുകയുള്ളൂ. മനുഷ്യന്മാരോട് നിങ്ങൾ ഇടപെടുകയല്ലേ, എല്ലാം കയറി യേസ് പറയും. നിങ്ങൾക്ക് തന്നെ അറിയാൻ നടക്കത്തില്ലെന്ന്. അതുപോലെ ദൈവത്തോട് ചുമ്മാ ഒരു ഭംഗിക്കൊരു യേസ് പറയരുത്. യേസ് പറഞ്ഞാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ പാപികളായി മാറും. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവത്തോട് പറയരുത്. ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും പറയരുത്. കാര്യം നിങ്ങൾ ചെയ്യത്തില്ലെന്നും നിങ്ങൾ മനുഷ്യന്മാർക്ക് അറിയത്തില്ല. അവരോട് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറയല്ലേ ഒരു 2000 രൂപ എടുക്കാനുണ്ടാ, ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങൾ കൊടുക്കത്തില്ലെന്നും. മനസ്സിലായില്ലേ? നിങ്ങൾ ആൾക്കാരുടെ കടം പിടിക്കണേ എങ്ങനെയാണ്? നിങ്ങൾ ഒരു 1000 രൂപ എടുക്കാനുണ്ടാ, ഞാൻ നാളെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്ന് പറയും. നിങ്ങൾക്കറിയാം നിങ്ങളത് കൊടുക്കത്തില്ലെന്ന്. ഇതുപോലൊരു ഡയലോഗ് ദൈവത്തിനടുത്ത് പറ്റത്തില്ല. നീ പൊളിക്കുമ്പോൾ തന്നെ അറിയാം നീ ഫ്രോഡാണെന്നറിയാം. വെറുതെ എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് പണി മേടിക്കുന്നത്? പലരുടെയും പ്രശ്നം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ ഇടപെടുന്ന പോലെ ദൈവത്തോട് ഇടപെട്ടേക്കും, പ്രാർത്ഥിച്ച് പണി മേടിക്കും, പ്രാർത്ഥിച്ച് പാപികളാവും. വല്ല കാര്യമുണ്ടോ? അപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവത്തോട് പറയാവൂ. അത് സമയബന്ധിതമായിട്ട് ചെയ്യണം. സമയത്തിനാണ് പ്രാധാന്യം. വല്ലപ്പോഴും ചെയ്തോളൂ. ഞാൻ ചെയ്താവുന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് തരികട കാണിക്കരുത്. നിങ്ങൾ പറയാം ദൈവത്തോട് ഞാൻ ചെയ്യാവുന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ എന്ത് വക്കീലാണ് ദൈവത്തോട് ഇടപെടാൻ? അതൊന്നും ചെയ്യരുത്. സമയബന്ധിതമായിട്ട് ചെയ്തു മാറ്റണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ അങ്ങയോട് സത്യസന്ധമായി ഇടപെടാൻ പരമാർത്ഥതയുള്ള ആധ്യാത്മിക ജീവിതത്താൽ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. അതാ പരമാർത്ഥത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവമായിട്ട് ഇടപെടൽ ഒന്നാം ദൈവത്തിന് അറിയാവുന്നതാണ് ഈ പ്രശ്നം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന കാരണം നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും ആ പറയണത് കൊണ്ട് തന്നെ ആ പ്രാർത്ഥന പഴുത്തു പോകുകയുള്ളൂ. വല്ല കാര്യമുണ്ടോ? അത് വിഡ്ഢികളും വിവരമില്ലാത്തവരുമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയും. ചില നേർച്ച പോലും എന്തൊരു നേർച്ചയായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നും ഈ ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനാണ്.
ബയലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഉഭയ കക്ഷിയാണ്. നീ ഒരു കക്ഷി, ദൈവം ഒരു കക്ഷി, നിങ്ങൾ തമ്മിലുള്ള കൊടുക്ക വാങ്ങലുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് മുഴുവനും. അപ്പം അത് സത്യസന്ധമായിരിക്കണം. ഇത് വലിയ സംഭവമാണ്. അതിപ്പോൾ തന്നെ ഈ ആകാശിനോട് പറയുവേ, ആകാശ് അമ്മയോട് പറയവേ, എന്നെ ഒന്ന് കരകയറ്റി വിട്ടാലേ കുടുംബം രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അതാണ് സത്യസന്ധമായ പ്രാർത്ഥന. എന്നെ ഒന്ന് പക്ഷേ ഞാനിങ്ങനെ കര കയറണമെങ്കിൽ എനിക്ക് ലോണ് പോലും കിട്ടത്തില്ല എന്ന് പറയും. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ ഉടനെ പറ്റിയ ആഴ്ച നിയമങ്ങൾ മാറ്റും ബാങ്കിൻ്റെ. ഭയങ്കര രസമാണ് അമ്മയുടെ കാര്യം. അതായത് നിങ്ങളൊരു സാധനം വെച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ നിയമപരമായിട്ടത് അർഹതയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും ദൈവത്തിന് 1, 9 എല്ലാം ഒരുപോലെയാണ്. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അയ്യോ ഞാൻ എനിക്ക് വേണ്ടി വല്ലതും ചെയ്യും, അങ്ങനെയല്ല. ദൈവത്തിന് 1ഉം 9ഉം ഒരുപോലെയാണ്. അത് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണത്. കാര്യം ദൈവമായത് കാരണം 1ന് 9ൻ്റെ വിലയാണ്. അപ്പം നിനക്ക് വേണ്ടി, നിൻ്റെ ഒരാൾക്ക് വേണ്ടി ദൈവം മൊത്തം നിയമം മാറ്റും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ വിഷയം നോക്കിയാലേ ഓരോ വിഷയം, ഇപ്പം ഒരു ചില്ലിക്കാശ് ഇട്ടപ്പോൾ ഏതാണ്ട് 1 ലക്ഷം രൂപ ഇട്ട പോലെ എഴുന്നേറ്റുന്നില്ലേ കർത്താവ്? ആ വിധവ കൊണ്ടൊന്നും ഒരു ചില്ലിക്കാശ് ഇട്ടിരിക്കണതേ, അതിനേതാണ്ട് 1 ലക്ഷം രൂപ ഇട്ടതുപോലുള്ള വെയിറ്റാണ് കൊടുക്കുന്നത്. ഒരാടിനെ കാണാതെ പോയി, അതിനുവേണ്ടി 99നെ മാറ്റിയിട്ട് ആ 1നെ തിരക്കി പോകും. അപ്പോൾ ദൈവത്തിന് 1ഉം 9ഉം ഒരുപോലെയാണ്. ഇപ്പം നിനക്ക് വേണ്ടി വേണ്ട നിയമങ്ങൾ മാറ്റും, നിനക്ക് വേണ്ടി ജനതകളെ മാറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ. നിനക്ക് വേണ്ടി ഞാൻ യാക്കോബേ നിനക്ക് വേണ്ടി ഞാൻ ജനതകൾ നൽകിയെന്നൊക്കെ ശ്രുതികടെ ഹല്ലേലൂയ 78-ാം സങ്കീർത്തനം 55-ാം തിരുവചനം. സങ്കീർത്തനം 78:55. അവരുടെ മുമ്പിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരത്തി അവർക്ക് അവകാശം അളന്നുകൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു. അതായത് ദൈവം ഒരാളെ ഇഷ്ടപ്പെട്ടു പോയാൽ, സത്യസന്ധമാണെന്ന് കണ്ടാൽ അയാൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. നമ്മുടെ മുമ്പിലുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ദൈവത്തിന് ഒന്ന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തണം. അപ്പം തന്നെ നമ്മൾ കംപ്ലീറ്റ് ദൈവപൈതലായി മാറും. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ അതാണ് ഇതിൻ്റെ അകത്തൊരു ഇതിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറയണത്. ദൈവത്തിന് ഇഷ്ടപ്പെടുത്തി പരുവപ്പെടുത്തണം. നമ്മളെ പരുവപ്പെടുത്തി ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദൈവം, ഇപ്പോൾ ഇതിന് ആകാശത്തിൻ്റെ സമയമാണ്. പെട്ടെന്നൊരു നിയമം ബാങ്കിൽ വന്നു. എന്താണ്? നിങ്ങൾക്ക് ഗ്ലോബലായിട്ട് റീച്ചുള്ള 100 യൂണിവേഴ്സിറ്റികളുണ്ട്. 1ാം സ്ഥാനത്ത് നിൽക്കണം. ഗ്ലോബൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ 100 യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ 50 ലക്ഷം രൂപ ലോൺ തരാമെന്ന് ഒരു പുതിയ നിയമം വരും. SBI ലോണ്ട്. SBI നിയമം മാറ്റിയതാണത്. അപ്പോൾ ആകാശ് പറയും, അമ്മേ ഞാൻ ഈ ലോകത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ഞാൻ പോയി എഴുതണത്? എൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ അമ്മയ്ക്ക് അറിയാമല്ല എന്ന് പറയും. എന്നാലും പറയും, അമ്മ പറയും നീ എഴുത്, നീ ആയിരിക്കത്ത്. അമ്മയുടെ ഒരു രീതി എന്ന് പറയണത് വേണമെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് രസം. ഭയങ്കര വേറെ ഒരു സാക്ഷിയുണ്ട്. അതായത് നിങ്ങൾ ഓർക്ക് ഇതൊക്കെ എന്ത് അന്ധവിശ്വാസമല്ല. ആത്മീയത എന്ന് പറയണത് ഭൗതികത അല്ലല്ല. നിങ്ങൾക്ക് ഭൗതികതയാണ് യുക്തി എന്ന് പറയണത്. ഇവിടെ നമ്മൾ പറഞ്ഞ യുക്തിയിലല്ല ഇത് വർക്ക് ചെയ്യണം, ദൈവത്തിൻ്റെ ശക്തിയിലാണ്. മനസ്സിലായില്ലേ? അത് ഫോർമാറ്റ് ചേഞ്ചാണിത്. ഇത് നമ്മുടെ യുക്തിയിലല്ല വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ ശക്തിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ ആ പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയിൽ കട്ട് ഓഫിൻ്റെ മുകളിൽ കയറിയവൻ, ഇവന് ഇൻ്റർനാഷണൽ ലെവലിലെ യൂണിവേഴ്സിറ്റിയിൽ ഇവന് അഡ്മിഷൻ കിട്ടി ഓസ്ട്രേലിയയിൽ. അപ്പോൾ എന്ത് പറ്റി? ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ ലോൺ നോക്കി 2.5 സെൻറ്റേ ഉള്ളു, നിവർത്തിയില്ലാതെ എന്തെല്ലാം സങ്കടപ്പെട്ട് നടന്ന ആളാണ്. ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്യണത് ബന്ധത്തിൻ്റെ പേരിലാണ്. നിങ്ങളെ ഉടമ്പടി എന്ന് പറഞ്ഞൊരു ബന്ധമാണ്. ആ ബന്ധം സത്യസന്ധമാണ് ദൈവത്തെ തോന്നിയാൽ ദൈവം എന്തും ചെയ്ത് കളയും. നമ്മുടെ മുമ്പിലുള്ള നിസ്സാര കാര്യമാണ്. ദൈവത്തിന് ഞാൻ ഉടമ്പടി സത്യസന്ധയാണെന്ന് ദൈവത്തിൽ നിന്ന് തോന്നിയാൽ മതി. നിങ്ങളിങ്ങനെ 10-12 പത്രം കിട്ടും, ഇത് ആർക്ക് കൊടുക്കും, ഓരോരും പറയുക
ഓട്ടോക്കാഷറെ കിടന്ന് തെറി പറയുക, തള്ളക്കി വിളിക്കുക, അയ്യോ മഴയാണല്ല, മഴ തീരട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നനഞ്ഞ് പിടഞ്ഞ് വീട്ടിൽ ഇരിക്കും. അങ്ങനെയൊക്കെ ഈ ഉഴപ്പിയാണ് നിങ്ങൾ ഉടമ്പടി കുളമാക്കി കളഞ്ഞത്. അങ്ങനെയല്ല, ഇതെന്ന് ദൈവ പൈതലിൻ്റെ ഒരു വാർഫുട്ട് ആക്ഷനാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ യുദ്ധത്തിൻ്റെ സമയത്ത് മഴ വല്ലതും നോക്കുവാൻ, യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഉടമ്പടി ഒരു വാർഫുട്ട് ആക്ഷനിൽ എടുക്കണം. ഇത് ഒന്നും നിങ്ങളെ തടസ്സയരുത്, ഒന്നും നിങ്ങൾ തടയരുത്. ഒന്ന് വീട്ടിൽ ബന്ധുക്കൾ വന്ന് മകളെ വന്ന് പ്രസവിച്ചിട്ട് പോട്ടെ, മകളെ പ്രസവിക്കാൻ അവൾക്ക് ഒരു മാസമേ ഉള്ളൂ, അമ്മ എന്താ തിരികെത്തിക്കാത്തത്? അതെ, അവൾ പ്രസവിച്ച് അവളെ 90 കഴിഞ്ഞ് അവൾ പോട്ടെ, ഇതിന് ഞാൻ തിരികെത്തിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് തടസ്സമാകരുത്. അതൊക്കെല്ലാം ഉടായ്പാണ്. മകളെ പ്രസവിച്ചോളൂ, അമ്മലല്ല പ്രസവിക്കണം, മകളല്ലേ, നമ്മളൊന്നും ശ്രദ്ധിക്കണമെന്നല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ പറഞ്ഞ് ദൈവത്തിന് പണി കൊടുക്കരുത്. അതാണ് ഉടമ്പടി ഉഴപ്പണേൻ്റെ കാര്യം. ഒന്നാമത്തെ വിവരമില്ലായ്മയാണ് ഇതിനൊക്കെ വരുന്നത്, ബുദ്ധിബോധം ഇല്ലല്ല. അപ്പം അങ്ങനെ ബുദ്ധിബോധം ഇതിനൊരു പ്രത്യേക ബുദ്ധി വേണം. മനുഷ്യന്മാരുടെയൊക്കെ ഉള്ള ബുദ്ധി പോരാ. സത്യസന്ധതയാണ് ഇതിൻ്റെ ബുദ്ധി എന്ന് പറയണത്. ആത്മാർത്ഥയും സത്യസന്ധതയുമാണ് ഇതിൻ്റെ ബുദ്ധി എന്ന് പറയണത്. അപ്പം അത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ കണ്ടത് നോക്കി, ഇവനൊക്കെ അവൻ ഒരു ആഴ്ച കൊണ്ട് ലൈഫ് ചേഞ്ച് ചെയ്യാനുണ്ടല്ല, 50 ലക്ഷം രൂപ അവന് അനുഭവിച്ച്. ഇപ്പം അവൻ വിസ പ്രോസസ്സിലാണ്. അപ്പം എന്താ വിഷയം എന്ന് പറയണത്, ഓരോ ഈ ആകാശമാണെങ്കിൽ തന്നെയും ഓരോരുത്തരും പോയി അവൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പത്രം കൊടുക്കുന്നത്. അവർ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഫീലിംഗ് ആവും ശരിക്കും. എന്താ കാര്യം, ഇവൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ അത് പറയണത്. കൂട്ടുകാർക്കെല്ലാം അവൻ്റെ കൂട്ടുകാർക്കെല്ലാം അവൻ കാശുരും കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പകുതിയോളം പേര് അവന് ഓൾറെഡി ഉടമ്പടി എടുപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിന് അറിയാം. ഇപ്പം നീ ഉടമ്പടി എടുത്തത് വീട്ടുകാരെ പോലും അറിഞ്ഞിട്ടില്ല. ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടുകാരെ പോലും അറിയത്തില്ല അവർ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഓർക്കുക, നീ പക്കാ ഫ്രോഡാണ്. ജീവിതകാലം മുഴുവൻ നീ ഫ്രോഡായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ, പറ്റിക്കലായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് നീ ഉടമ്പടി എടുത്തിട്ട് വീട്ടുകാർ പോലും അറിയാത്തത്. എന്താണ്, വീട്ടുകാരറിഞ്ഞാൽ നീ കിടന്ന് നിൻ്റെ കസരത്ത് നടക്കത്തില്ല. അപ്പം നീ ചാടുമ്പോൾ എല്ലാ ആവശ്യമില്ലാത്ത കാലത്തൊക്കെ നീ ചാടത്തില്ലേ? പുഡിന് വേണ്ടി ഇഡ്ഡലിയാണ് കൊണ്ടുവന്ന് വെച്ചേക്കണമെങ്കിൽ അമ്മ ഇവിടെ പുട്ട ഉള്ള എപ്പോഴും എന്ന് ചോദിച്ചുകൊണ്ട് കിടച്ചാടത്. അപ്പം അമ്മ പറയും നീ ഉടമ്പടി എടുത്താണ് കേട്ടാന്ന് പറയും. അത് അമ്മയെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തതായിട്ട് അറിയിക്കത്തില്ല. എന്നിട്ട് രഹസ്യമായി സ്വന്തം മുറി കൊണ്ട് വെച്ച് പച്ചത്തിരി നിറത്തിരി കത്തിച്ചുകൊണ്ട് ആ ജന്മം പാഴാക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതെല്ലാം പച്ച വെളിച്ചത്തിലായി സംഭവം നടക്കണം മുഴുവനും. അതുകൊണ്ട് നീ എപ്പോഴും നീ ഉടമ്പടി എടുത്തത് 10 മനുഷ്യർ അറിയിക്കുകയും ചെയ്യണം. അപ്പോഴെന്ത് ദൈവത്തെ മനസ്സിലാവും, നീ ഒരു വാല്യുബിൾ പേഴ്സണാണ്, നിന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം അങ്ങനെ ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യും. അങ്ങനെയാണ് ദൈവം നമ്മളെ അവോയ്ഡ് ചെയ്ത പോലെ നമുക്ക് തോന്നുന്നത്. യു ഗോട്ട് ദ പോയിന്റ്. ദൈവത്തിൻ്റെ നയപരിപാടികളിൽ ദൈവം ആരെയും അവോയ്ഡ് ചെയ്യത്തില്ല. ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അതല്ലേ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും ഒരു കാരണവശാലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ദൈവത്തിന്റെ പോളിസി, നയപരിപാടി. അതാണ് ഞാൻ നിന്നെ ഒരു കാരണവശാലും, നീ 2 കെട്ടിയതാണെന്നാ, നിൻ്റെ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നീക്കൊന്നും ദൈവം നിൻ്റെ ഒരു സങ്കടത്തിൻ്റെ സമയത്ത് ഇത് കണക്കിലെടുക്കത്തില്ല. ആത്മീയ പ്രശ്നം വരുമ്പോൾ നിത്യതയെ വിഷയം ബാധിക്കുമ്പോഴാണ് നിനക്കിതൊക്കെ കടമായി മാറണത്. ഇപ്പോൾ ചില ആൾക്കാരില്ലേ, ഇപ്പോൾ ക്രിസ്ത്യൻസ് അല്ലാത്ത ചില ആൾക്കാർ, ഒരു ഭർത്താവ് അവർ ജീവിച്ചിരിപ്പുണ്ട്, ഒരു കാര്യമില്ല, നേരത്തെ ലൈനടിച്ച പാർട്ടിയുമായിട്ട് ചിലപ്പോൾ ഒളിച്ചോടിപ്പോയായിരിക്കും. പക്ഷേ ഒരു കണ്ണുനീര് നിനക്ക് വന്നാൽ നിന്നെ തൽക്കാലത്തേക്ക് ദൈവം സെറ്റ് ചെയ്യും. പക്ഷേ സുവിശേഷവിധമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സുവിശേഷവിധമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്യണം, ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു കാരണവും പറഞ്ഞ് നിന്നെ ഈ രോഗം കർത്താവ് സുഖപ്പെടുത്താതിരിക്കത്തില്ല. ഈ ഗോട്ട് ദ പോയിന്റ്. നീ രോഗം സുഖപ്പെട്ടെന്നും പറഞ്ഞ് നിൻ്റെ പാപത്തിൻ്റെ ലൈസൻസും അല്ലത്. ഇപ്പം ചെറിയ പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ സുഖപ്പെടുത്തി, അപ്പം ഞാൻ കുറേ പാപമൊക്കെ ചെയ്ത് അത് കർത്താവ് കണ്ടില്ലെന്ന് വെക്കുക. ഇല്ലല്ല, അതെല്ലാം അവസാനം വരുമ്പോൾ എല്ലാം അവസാനത്തെ കണക്കായില്ലല്ല. ഇപ്പം ഈ ഭൗതിക ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കണതിനെ കർത്താവ് അതാണ് ഞാൻ നിന്നെ ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെന്ന് പറഞ്ഞാൽ, അവഗണിക്കത്തില്ല ഒരു കാരണവശാലും. അപ്പോൾ ഇപ്പോഴേ ഈ ഭൗതിക കാര്യങ്ങൾക്ക് ജോലി കിട്ടുന്നതിനെ ഒന്നും നിൻ്റെ പാപാവസ്ഥ ഒന്നും കാര്യമല്ല. നീ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമല്ലേ. അപ്പോൾ നിനക്ക് ദൈവമേ ഞാനൊരു സമയം കിട്ടുമ്പോൾ റെക്ടിഫൈ ചെയ്തോളാം,
നേരെ ചെറിയ ഞാൻ ജീവിച്ചോളാം, എന്നെ സഹായിക്കണം ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ വചനം? ഞാൻ ഒരു കാരണവശാലും നിന്നെ അവഗണിക്കത്തില്ല എന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് മക്കളെ? ദൈവം നമ്മളെ അവഗണിക്കണില്ലാത്തതല്ല പ്രശ്നം. നമ്മൾ ദൈവത്തെ അവഗണിക്കുന്നത് കാരണം ദൈവം അവഗണിച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ദാറ്റ്സ് എ പോയിന്റ്. യു ഗോട്ട് ദ പോയിന്റ്. പിടിയില്ല. നമ്മൾ ദൈവത്തെ അവഗണിക്കും. എങ്ങനെയാണ് കാര്യം? ദൈവത്തെ പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഒരു ചേച്ചി ഞാൻ എപ്പോഴും പറയും, അവരവിടെ അമ്മ മരിച്ചിട്ട് അവർ ഗൾഫിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് വന്നതാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എന്താ? 5:30 മണിയായി. ബാഗിൽ നിന്ന് പ്രത്യക്ഷയുടെ തിഥിയെടുത്ത് കത്തിച്ചിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി. എന്നാൽ അമ്മ മരിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. അയ്യോ അമ്മ മരിച്ചതാണല്ല, ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്? അങ്ങനെയൊന്നുമല്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾക്കും അതൊരു ബൈൻഡിങ് ആയിട്ട് വരികയാണ്. ഓപ്പോസിറ്റ് ബൈൻഡിങ് വരും. ഒരു കാരണവശാലും ദൈവം നിന്നെ അവഗണിക്കത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഒരു കാരണവശാലും ദൈവത്തെ അവഗണിക്കരുത്. ദാറ്റ്സ് എ പോയിന്റ്. അത് സീരിയസ് വിഷയമാണ് മക്കളെ. ഇതൊക്കെ പെട്ടെന്ന് ഈ ഉടമ്പടിയിലൊരു ടൈപ്പ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിത് കർത്താവ് ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ നിലപാടിൽ ഒരു കാരണവശാലും അവിടെ നമ്മളെ അവഗണിക്കത്തില്ല. ഒരു കാരണവശാലും അവഗണിക്കത്തില്ലെങ്കിൽ നമ്മളും അതുപോലെ ആയിരിക്കണം. കാര്യം ഈ മ്യൂച്വൽ ബൈൻഡിങ്ങാണ് കർത്താവിൻ്റെ നിയമങ്ങളെല്ലാം. അത് മനസ്സിലായില്ലേ? മ്യൂച്വൽ ബൈൻഡിങ് പരസ്പരം ബാധ്യതയുള്ളതായിട്ടാണ് വചനത്തിൻ്റെ ഒരു സ്ട്രക്ചർ. അതാണ് പരസ്പരം ബാധ്യതകളെയാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു, ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അല്ലേ? അത് ശരിതാണ്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ. അത് മ്യൂച്വൽ ബൈൻഡിങ്ങാണ് കർത്താവിൻ്റെ നിയമങ്ങൾ. ഇപ്പൊ കർത്താവ് ഞാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 13:14. യോഹന്നാൻ 13:14. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇതാണ് മ്യൂച്വൽ ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ കർത്താവ് എന്താ പറയുന്നത്? ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ 13:5 അവഗണിക്കത്തില്ല. അത് കാരണം നിങ്ങളും ഒരു കാരണവശാലും എന്നെയും അവഗണിക്കരുത്. ഇവിടുത്തെ പോയിന്റ് മുട്ടേ നിൽക്കുക. കണ്ണടച്ച് കൈകൾ കൂപ്പി സഭാപനാശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ഞങ്ങളോട് നീ എന്തെല്ലാം ദൈവികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി, എല്ലാത്തിനും നന്ദി പറയുന്നു. അങ്ങയുടെ മക്കൾ കൊതിയോടെയും സ്നേഹത്തോടെയും അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അതിനെല്ലാം സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ നിന്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണം. മക്കളെ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇപ്പോൾ ആശീർവാദത്തിൻ്റെ സമയമാണ്. കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അടിപ്പഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ മേൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവദുരിതങ്ങൾ, വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന മക്കൾക്കെല്ലാം പുതിയ വാതിൽ തുറക്കട്ടെ. കർത്താവ്, നീയാകുന്ന വഴി, നീയാകുന്ന വാതിൽ, നിന്റെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമം തുറക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും